ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവന സ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവന സ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാവരുടെയും പുസ്തകമൊക്കെ കിട്ടിയില്ലേ? രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ രാമായണ പാരായണ മഹായജ്ഞം ഇന്ന് പട്ടാഭിഷേകത്തോട് കൂടിയിട്ട് ഇന്ന് സമർപ്പിക്കുന്നു. നാളെ അതിൻ്റെ സമർപ്പണമാണ്. രാമായണത്തിൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞ് രാമരാജ്യത്തിൻ്റെ ഒക്കെ മഹത്വമൊക്കെ പറഞ്ഞ് നാളെ സമർപ്പിക്കുന്നു. ഇന്ന് പട്ടാഭിഷേകം വരെ വായിച്ച് സമർപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പം ഇതുവരെ
പാരായണം ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഉള്ളിലേക്കൊരു പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യാണ്, ആ കൃപാകടാക്ഷമാണ്. നമ്മളെപ്പോഴും നമ്മളിൽ പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം, ഈ സത്സംഗങ്ങൾ. അപ്പോൾ പരിവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ ആ വന്ന പരിവർത്തനം അല്ലെ, ഇത്തിരി നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ കുറച്ച് വൃത്തിയായിച്ചാൽ ആ വൃത്തിയായ ഭാഗം പിന്നെ വൃത്തികേടാവാണ്ട് നോക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഭാഗം കൂടിയും വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ എത്ര പാരായണം കഴിഞ്ഞാലാണ് ഉള്ളിൽ ശുദ്ധാവുക എന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കേട്ടതും ആ രാമായണത്തിനോടൊരിഷ്ടം, ഓരോ ദിവസവും നമുക്കത് അനുഭവം പോലെ അല്ലേ, ഇതിലേക്ക് വരണം എന്നുള്ളൊരു കൊതിയൊക്കെ ഉണ്ട്. ഇനി ഒരു വർഷം വരെ ഇത് അടച്ചു വയ്ക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസം ഓരോ പേജെങ്കിലും എല്ലാവരും വായിക്കണം. കർക്കിടക മാസത്തിൽ മാത്രം വായിച്ച് കളയാനുള്ളതല്ല രാമായണം. ഓരോ പേജ് വായിക്കുമ്പോഴും നമ്മളിവിടെ വായിക്കുമ്പോൾ പറയാറുള്ള പോലെ നമ്മൾ സ്വയം തന്നെ നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കുക. അപ്പോൾ അതിലെ ഓരോ വരികളിലും ഭഗവാൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവമാവാനും ശ്രവിക്കാനും പറ്റും. വേറൊരാൾ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ, നമുക്ക് തന്നെ സ്വയം അത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒരു തവണ വായിക്കുമ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രാമായണത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വേളയിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി ഈ രാമായണം ഞാൻ നിത്യോപാസനയായിട്ട് കൊണ്ടു നടക്കും എന്ന് ഒരു സമർപ്പണം ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ, അതായത് നമ്മൾ ഓരോ സമർപ്പണങ്ങളാണ് ഭഗവാന്റെ മുമ്പിൽ. അതൊരു അത്രയും ദൃഢമാക്കിയിട്ട് വയ്ക്കുക. മുടങ്ങാണ്ട് നമ്മൾ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ ഒരു ദിവസം ഒരു പേജ്, അതിൽ കൂടുതലൊന്നുമില്ല. അതിലെവിടെ അവസാനിക്കണേ എവിടെയാണ് തുടങ്ങണേ അങ്ങനെയൊന്നും നോക്കണ്ട. ഒരു വരി എവിടെ അവസാനിക്കണേ വെച്ചാൽ ആ വരി പകുതിയാക്കി നിർത്തണ്ടെന്ന് മാത്രം. ആ വരി പൂർണ്ണമാക്കിയിട്ട് അങ്ങോട്ട് എവിടെയാണെന്ന് വെച്ചാലും നിങ്ങൾ നിർത്തിക്കോളൂ. അതുകൊണ്ട് ഒരു ഹാനിയും സംഭവിക്കില്ല ആർക്കും. അപ്പം അതങ്ങനെ ഓരോ ദിവസം. അടുത്ത തവണ ഞാനിവിടെ രാമായണ പാരായണത്തിന് വന്നിരിക്കുമ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കും, എത്ര പ്രാവശ്യം നിങ്ങൾ രാമായണം വായിച്ചു എന്ന് ഓരോരുത്തരോടും ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം സത്യസന്ധമായിട്ട് ഭഗവാന്റെ മുമ്പിൽ എത്ര തവണ നമ്മൾ വായിച്ചു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യണതിനൊരു പ്രയോജനം വേണ്ടേ. അപ്പം നമുക്ക് ആ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് അത് നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മോശം ആർക്കാ? ഭഗവാനാണ് അല്ലേ അതിൻ്റെ മോശം. ഈശ്വര കഥകൾ കേട്ടിട്ട് അതിനെ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടില്ല. നമുക്ക് ഈശ്വര കഥകളൊക്കെ കേട്ടു, രാമായണം കേട്ടു, എന്നിട്ടത് വേണ്ടതുപോലെ ആയില്ല. നമ്മൾ പണ്ടത്തെ ശങ്കരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതാരൊക്കെ അതിൻ്റെത് മോശക്കേട്? അത് ഭക്തന്മാർ പറയും, അങ്ങേക്ക് ഭക്തി ഇല്ലാത്തവരിതാ സുഖമായിട്ടിരിക്കണു, അങ്ങയുടെ ഭക്തന്മാരിങ്ങനെ കഷ്ടപ്പെടണു എന്ന് വിചാരിച്ചാൽ അത് ഭക്തന്മാർക്കല്ല കേട്ടോ അതിൻ്റെ മോശം, ഭഗവാനെ അവിടത്തേക്ക് തന്നെയാണ് എന്ന് ഭക്തന്മാർ അനുസ്മരിച്ചൊക്കെ കേൾക്കും. നമ്മുടെ ഭട്ടേരിപ്പാടിൻ്റെ നാരായണിയൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയാനൊക്കെ കേൾക്കാം. അപ്പോൾ അതുപോലെ അത് ഭഗവാനൊരു മോശക്കേടുണ്ടാവാൻ നമ്മൾ ഇടവരുത്തരുത്. കാരണം നമ്മൾ വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ്. ഭാഗവതമൊക്കെ മാഹാത്മ്യം പറയണ സമയത്ത് ഭാഗവതത്തിൻ്റെ ഭാഗവതം ആദ്യത്തെ 6 അധ്യായങ്ങളിലായിട്ട് മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാഹാത്മ്യം വർണ്ണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗോകർണൻ സപ്താഹം നടത്തുന്നുണ്ട്. എന്തിനാ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അത്രയും മഹാപാപം ചെയ്ത ആ ധുന്തുകാരിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എത്ര ഗയാശ്രാദ്ധ കൂട്ടി, കുറേ ശ്രാദ്ധങ്ങൾ കൂട്ടി, കുറേ കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും മോക്ഷം കിട്ടാണ്ട് മോക്ഷത്തെ പദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സപ്താഹ ശ്രവണത്തിനേക്കാളും വലുതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടത് ആ സപ്താഹം നടത്തി, വിധിയാമണ്ണം സപ്താഹം നടത്തി. എല്ലാവരും വന്നു ചേർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രേതത്തിന് മോക്ഷം ലഭിക്കണതാണ്. അപ്പം എല്ലാവരും വന്നു ചേർന്നു, അവിടെ സപ്താഹം കേട്ടു. അങ്ങനെ ഓരോ ദിവസവും സപ്താഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രേതം ഇരുന്നത് ഒരു 7 മുള കണ്ടുണ്ടാവുമല്ലോ അല്ലേ, മുളയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവും.
അങ്ങനെ 7 തണ്ടുകളുള്ള ഒരു മുളയിലാണ് വന്നിരുന്നത്. ആ ഓരോ ദിവസം ചെല്ലും തോറും അത് ഇങ്ങനെ ഒന്നാമത്തെ ദിവസം ഒരെണ്ണം പിളർന്നു, രണ്ടാമത്തത് പിളർന്നു, അങ്ങനെ പറഞ്ഞ് 7-ാം ദിവസം ആ മുള പിളർന്നിട്ട് ആ ജീവൻ ഭഗവാനോട് കൂടിയിട്ട്, അപ്പോൾ വിഷ്ണു പാർഷദന്മാരൊക്കെ കൂടി വന്നിട്ട് വിഷ്ണു സാരൂപ്യം പ്രാപിച്ചിട്ട് ആ ജീവൻ പോണത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഇരുന്നു കേൾക്കാൻ, ഇവരെ ഒന്നും കൊണ്ടുപോകാണ്ട് എന്താണ് ഈ ഒരു പ്രേതത്തിനെ മാത്രം കൊണ്ടുപോണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണു, ഇത് കേട്ട പോലെ ഇവിടെ ഇരിക്കണവരൊന്നും കേട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ആ അനുഭവിച്ച അനുഭവങ്ങളെ കൊണ്ട് ഈ ഒരു പ്രേതഭാവത്തിൽ നിന്ന് മുക്തി കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടു കൂടിയിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കൽ മാത്രമല്ല, ഈശ്വരൻ്റെ ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശ്വരനിൽ മാത്രം മനസ്സ് ചേർത്ത് വച്ചിട്ട് ഇരുന്നു. അപ്പോൾ ആ പ്രേതം കേട്ട പോലെ ഇവിടെ ഒരാൾ പോലും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ മുക്തി ലഭിക്കാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സപ്താഹം കൂടി നടത്താൻ പറഞ്ഞു. എന്നിട്ട് ഒരു സപ്താഹം കൂടി നടത്തുമ്പോൾ ആ സപ്താഹത്തിൽ ഈ പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഇരുന്നപ്പോൾ എല്ലാവർക്കും സദ്ഗതി വന്നു എന്നാണ്. അപ്പം നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കണില്ല, നമ്മൾ വേണ്ടതുപോലെ കേൾക്കണില്ല, നമ്മൾ വേണ്ടതുപോലെ അനുഷ്ഠിക്കണില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു അവസ്ഥ വന്നു ചേരാത്തത്. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം നാമം ജപിച്ചു, രാമായണം വായിച്ചിട്ട് ഒന്നും ആയില്ലല്ലോ. അതിന് 2 വശങ്ങളുണ്ട്. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴാണാവോ എൻ്റെ ദുരിതം മാറുക, എന്നാണാവോ ദുരിതം മാറുക, ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവുകയാവോ എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ. കാരണം നമുക്ക് വ്യഥയാണ്, ഈ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മാറണം എന്നുള്ളൊരു വ്യഥ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനാണ് വേണ്ടിയിട്ടാണ് വന്നിരിക്കണേ, അല്ലേ? എന്താ കിട്ടുക എന്ന് ചോദിക്കാണ്ട് ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് അത് ചെയ്തോട്ടെ എനിക്കെന്താ ലാഭം എന്നാ ചോദിക്കാല്ലേ. അവനവന് ലാഭമില്ലാത്തതൊന്നും ചെയ്യില്ല. അപ്പം ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കണേ. അതൊരു തെറ്റായ ഭാവം എന്നല്ല, അത് ആ ജീവന് അത്രയും ഇതാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മുങ്ങി താഴുമ്പോൾ കച്ചിത്തുരുമ്പ് കിട്ടണ പോലെയാണ് എന്ന് പറയണ പോലെയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് രക്ഷ എന്ന് നോക്കി നടക്കുക. അപ്പം നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു ഭാവത്തിലാണ് വന്നിരുന്ന് പാരായണം ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടതുപോലെയുള്ള ഒരു പരമമായ പ്രേമഭക്തി ഉണ്ടാവണില്ല അവിടെ. പിന്നെ ഇത്ര നാമം ജപിക്കണം, ഇത്ര ഒരു നാമം ജപിക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ എണ്ണം പിടിക്കലാവും. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ പ്രേമഭാവം വരണില്ല. കാരണം ഒരെണ്ണം കൂടിയാലോ ഒരെണ്ണം കുറഞ്ഞാലോ അല്ല നമ്മൾ ജപിക്കണത്. ഒരു നാമം ജപിച്ചാൽ ആ നാമം വ്യക്തമായിട്ട് നന്നായിട്ട് വേണ്ടതുപോലെ ആ പ്രേമഭാവത്തോടു കൂടി ജപിക്കുക എന്നുള്ളതിലാണ് കാര്യമുള്ളത്. അപ്പം നമ്മൾ ശ്രവിക്കണേൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് അല്ലേ, ദിവസങ്ങളായിട്ട് കൂട്ടിയിട്ടേക്കണ ഇത് വർഷങ്ങളായിട്ട് ഇട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവനും മാലിന്യങ്ങൾ എന്ത് കിട്ടിയാലും ആ വാതില തുറക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അങ്ങനെ ഇട്ടിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ദുർഗന്ധം വമിച്ചിട്ട് മറ്റുള്ളവർക്ക് പോലും അല്ലേ, നമ്മളെ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് വൃത്തിയാക്കാൻ നോക്കിയാൽ എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാവുക അല്ലേ. അതേസമയം നിത്യം വൃത്തിയാക്കുകയാണെങ്കിലോ ആ വൃത്തികേട് ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് അട്ടിക്ക് ഇട്ടിട്ടുള്ള കർമ്മപ്രാരാബ്ധങ്ങൾ, ആ ദുർവാസനകളൊക്കെ ഉണ്ടാവും. രാവണൻ്റെ തല മുളച്ച് വരുന്നത് പോലെ നമ്മുടെ വാസനകൾ വീണ്ടും 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 നാമം ജപിക്കുന്നു, അത് കേൾക്കുന്നു. അപ്പോൾ കുറച്ച് ഭാഗം അത് ഇതാവും, പിന്നെയും വീണ്ടും അത് മുളച്ച് വരികയാണ് ചെയ്യണത്. അങ്ങനെ ആ മുളച്ച് വന്ന തലകളെ മുഴുവനും രാമൻ എഴുതാലും പിന്നെയും അത് അത്രയ്ക്കും ശക്തിയാണ് ആ കർമ്മവാസനകൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിത്യോപാസന ചെയ്യണമെന്ന്. അപ്പം ഇത് ഇന്ന് വായിച്ചു, ഇവിടെ മടക്കി വെച്ചു, നാളത്തോടു കൂടി മടക്കി വെച്ചു, പിന്നെ അടുത്ത കൊല്ലം തപ്പി എടുക്കുമ്പോൾ അത് ആദ്യം എടുക്കുമ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആവുകയല്ലേ ചെയ്യണത്. അതുകൊണ്ടാണ് പറയണത് നിത്യം ഒരു പേജെങ്കിലും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിത്യോപാസനയായിട്ട് ഇതിനെ ചേർത്ത് വയ്ക്കുക. അങ്ങനെ നമ്മൾ, കാരണം അതിൻ്റെ ഒരു അനുഭവം നമുക്ക് വന്നു ചേരും. ഇതൊന്നും സാധിക്കാത്തവരായിട്ട് ഒരാളും ഇവിടെ ഇരിക്കണില്ല. എന്തു തിരക്കുണ്ടെങ്കിലും
ഒരു പേജ് ഇത് വായിക്കാൻ സാധിക്കാത്തവരായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കണേൽ ആരുമില്ല, ഉറപ്പായിട്ടും ഇല്ല. അപ്പോൾ അത് ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ വേണ്ടായ്മയാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മളുടെ മടി കൊണ്ടാണ്. നമ്മുടെ എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മളുടെ മടി കണ്ടു വരികയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉഷാറായിട്ട് നിൽക്കണു. ഈ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് മടി വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളുക. നമ്മുടെ ആ മായയുടെ വൈഭവമാണ്. മായ പറയണതല്ല കേൾക്കണ്ടേ, ഭഗവാൻ പറയണത്. ഇവിടെ ഇരുന്ന് പറയണതൊക്കെ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടാൻ, ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ഈശ്വരനാമങ്ങൾ ജപിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ആ നാമം ജപിക്കാനുള്ള ഒരു ഇഷ്ടം കൂടി വരണമെങ്കിൽ ഈശ്വര ചരിതങ്ങൾ കേൾക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ വേണ്ടതുപോലെ ഓരോന്ന് കേൾക്കുമ്പോൾ ഇതൊരു രാമൻ്റെയും ഒരു രാവണൻ്റെയും ഒരു വിഭീഷണൻ്റെയും ഒരു കുംഭകർണൻ്റെയും കഥയല്ല. അവരിലൂടെയൊക്കെ നിന്നിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഓരോ ഭാവങ്ങളെ പ്രകടമാക്കി കാണിച്ചു തരികയാണ് രാമൻ ആ സാക്ഷാൽ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഓരോരുത്തരെ എടുത്ത് കാണിച്ചിട്ട് അതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ സ്വഭാവങ്ങളാണ് ഓരോ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളാണ്. അപ്പോൾ അതിൽ ആസുരികമായ ഭാവങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ആ സാത്വികമായ ആ തലത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ രാമനിലേക്ക് യാത്ര ചെയ്യുക. രാമൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരെയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളെ എടുത്ത് വലിച്ച് പുറത്തിട്ടിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം ഇതൊക്കെ പോവണമെങ്കിൽ നിങ്ങൾ നാമം ജപിച്ചോളൂ. എന്നിട്ട് നാമം ജപിച്ച് അത് കഴിഞ്ഞാൽ ആരുടെ രാമനിലേക്കുള്ള യാത്രയാണ്. രാമൻ ആരാ? രമിപ്പിക്കുന്നവൻ, ആനന്ദമാണ്, ആനന്ദ ചിന്മയനാണ് രാമൻ. ആ ആനന്ദ ചിന്മയൻ രാമൻ ഇവിടെ ആ കഥയൊക്കെ പറഞ്ഞ് ഇത് നമ്മുടെ ഉള്ളിലുള്ള ഓരോന്നിനെയും എടുത്ത് പുറത്ത് കാണിച്ചു തന്ന് അതിനെയൊക്കെ ഇല്ലാണ്ടാക്കി ആ രാമൻ നമ്മളെയൊക്കെ രമിപ്പിച്ച് നമുക്ക് ആ ഒരു രമണം വരികയാണ്. ആ ഭഗവാനോടൊരു രമണം വരുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണു? സാക്ഷാൽ സച്ചിദാനന്ദമായിട്ട് പരിപൂർണതമനായിട്ട് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടി കർഷയതി ഇതി കൃഷ്ണ. ആ കൃഷ്ണഭാവത്തിൽ ഒരേ തന്നെയാണ്. രാമനായിട്ട് നിന്ന് രമിപ്പിച്ച് ഓരോരോ ഭാവത്തിൽ നിന്ന് ഒരേ ചൈതന്യം തന്നെ. എല്ലാം രാമനാവണതും അതെ, കൃഷ്ണനാവണതും അതെ, ദേവിയാവണതും അതെ, മഹേശ്വരനാവണതും അതെ. അല്ലെ, ഇതിലെ ഓരോരുത്തരുടെ നാമജപങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കിതാ മഹാദേവൻ, ഞാൻ പരമേശ്വരനെ തപസ്സു ചെയ്തപ്പോൾ പരമേശ്വരൻ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ത്രേതായുഗത്തിൽ രാമനായിട്ട് വരുമ്പോൾ ഞാൻ നിനക്ക് മുക്തി തരാമെന്ന് അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ചൈതന്യവും ഒന്നു തന്നെയാണ്. പല വിധത്തിൽ പല നാമരൂപങ്ങളിൽ നമ്മൾ പറയണമെന്നേ ഉള്ളൂ. പല വിധത്തിലുള്ള ആ നാമരൂപങ്ങളിൽ നമ്മൾ അതിനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കസാരയെന്ന് വെച്ചോളൂ കേട്ടോ. അങ്ങനെയുള്ള ആ നാമരൂപങ്ങളിലൂടെ നമ്മൾ ഒരേ ചൈതന്യം തന്നെ, ഒരേ ഭാവത്തിന്, അല്ലേ, ഒരേ ആൾ തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യം പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ അച്ഛനായിട്ട് നിന്ന് അച്ഛൻ്റെ വാത്സല്യത്തോടു കൂടി ആ കുട്ടികളെ നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെന്താ വിളിക്കുക? അച്ഛാന്ന് വിളിക്കും, അല്ലേ. പക്ഷെ ആ വീട്ടിലുള്ള ആ അച്ഛനമ്മമാരുണ്ടാവും വൃദ്ധരായിട്ടുള്ളവർ, അവരെന്താ അച്ഛാന്ന് വിളിക്കുകയോ? ഇല്ല, മോനേന്ന് വിളിക്കും. അപ്പോൾ കുട്ടികൾക്ക് വാത്സല്യം പരിചരണം നൽകണ പോലെയല്ല അച്ഛനമ്മമാരെ പരിചരിക്കുക, അല്ലേ. അവർക്ക് അവരുടേതായ തലത്തിൽ നിന്നിട്ട് ആ അച്ഛൻ മകനായിട്ട് നിന്നിട്ട് അവരെ പരിചരിക്കണം. അതുപോലെയാണോ പത്നിയോട് പെരുമാറണേ? അല്ല. അപ്പോൾ പത്നി എന്താ വിളിക്കുക? ഭർത്താവാണ്, അല്ലേ. അപ്പോൾ അതുപോലെ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ ആ തലത്തിലാണ്, അല്ലെ, സഹോദരനായിട്ട്. അങ്ങനെ ഓരോരുത്തരും ആ സഹോദരിയുടെ കുട്ടികളുണ്ടെങ്കിൽ അത് അവർക്ക് അമ്മാവനായിട്ടാണ്. ആളൊരാൾ തന്നെയല്ലേ ഉള്ളൂ. അമ്മാവാന്ന് വിളിക്കുന്നുണ്ട്, ജ്യേഷ്ഠാന്ന് വിളിക്കുന്നുണ്ട്, അച്ഛാന്ന് വിളിക്കുന്നുണ്ട്, മോനേന്ന് വിളിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലും ഉള്ളത് ആരാണ്? വലിയച്ഛ,
ചെറിയച്ഛ എന്നൊക്കെ പല ഭാവം. പക്ഷേ ഇതൊക്കെ വേറെ വേറെ ആൾക്കാരാണോ? അല്ല, ഒരാളെ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ തലത്തിൽ നിന്ന് കാണുന്ന പോലെ നമ്മൾ പരമാത്മ ചൈതന്യമായിട്ടുള്ള ഈശ്വരൻ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ ഭാവത്തിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയുന്നത്. ആരെ നമസ്കരിച്ചാലും അവസാനം നമ്മൾ ആ സച്ചിദാനന്ദത്തിലേക്ക് എത്താനുള്ള വഴികളാണത് അല്ലേ? ഗോപികമാരൊക്കെ ആരെയാണ് പ്രാർത്ഥിച്ചത്? കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. കാത്യായനി വ്രതം നോക്കുമ്പോൾ ആരെയാണ്? ആ ദേവിയെയാണ് പ്രഭു പൂജിച്ചത്. പക്ഷെ അവിടെ ആരാ പ്രത്യക്ഷമായത്? സാക്ഷാൽ ആ ശ്രീകൃഷ്ണൻ തന്നെ വന്നിട്ട് അവരുടെ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കി അല്ലേ? നമ്മൾ പറയുന്ന കഥകളിലുള്ളതൊന്നുമല്ല, ചിത്രങ്ങളൊക്കെ അതുപോലെയൊക്കെ വരച്ചു വയ്ക്കും. അതുപോലെ ആ ഭോഗാസക്തി നിറഞ്ഞ ഭാവത്തിലൊന്നുമല്ല ഭഗവാൻ. അവരുടെ ശരീരബോധം, ഞാൻ എന്നുള്ള ബോധം, ഞാനാണ് എന്നുള്ള ബോധം, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്താ തടസ്സമായിട്ട് നിൽക്കണം? ഞാൻ എന്നുള്ള ബോധമാണ്. നമുക്കൊരു ദുരഭിമാനമാണ്. ഇവിടെ നിന്നിട്ട് പറയാം ഇതൊന്ന് രാമായണം ഒന്ന് വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയണ്ടാവും. വീട്ടിലൊക്കെ ഇരുന്നിട്ട് നന്നായി വായിക്കുന്നുണ്ടാവും. എന്നാലും ഇത് ഇവിടെ ഇരുന്ന് വായിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആകെ പരിഭ്രമായി. ഞാൻ വായിച്ചാൽ തെറ്റിയാൽ വേറെ ഒന്നുമല്ല, തെറ്റിയാൽ മറ്റുള്ളവർ കളിയാക്കിയാലോ, അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു അഭിമാനക്കുറവ് അങ്ങനെയാണ്. അതങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രാമായണം വായിക്കുകയില്ല. കാരണം വായിക്കണത് എനിക്കറിയാം. ഒരു വരിയിൽ 4 തെറ്റ് വെച്ചിട്ട് വരുന്നുണ്ടെന്ന്. അത് പല രീതിയിലും എനിക്ക് തെറ്റുകൾ വരുന്നുണ്ട്, അക്ഷരത്തെറ്റ് വരുന്നുണ്ട് അത് വായിക്കുമ്പോൾ. പക്ഷേ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ നമുക്കിങ്ങനെ ദൃശ്യവൽക്കരിച്ചിട്ട് വായിക്കാൻ സാധിക്കാന്ന് വെച്ചാൽ അതാണ് ഏറ്റവും, അങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇതൊക്കെ തെറ്റുണ്ടെങ്കിൽ അതിനെ ശരിയാക്കേണ്ട ചുമതല എന്താ? ഭഗവാനാണ് അല്ലേ? നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് ഇതിന് അവാർഡ് കിട്ടാനോ പേര് കിട്ടാനോ ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല പഠിക്കണേ. അങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ അക്ഷരം തെറ്റാണ് ശരിക്കും പഠിക്കണത്. അതിനൊന്നും വേണ്ടിയിട്ടല്ല, നമുക്ക് ഇഷ്ടമായിട്ട് നമുക്ക് കൊതിയായിട്ട് നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയം, അങ്ങനെ വായിക്കുന്ന സമയത്ത് അതിലൊരു തെറ്റ് വന്നാലൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഭഗവാൻ ശരിയാക്കിക്കോളും. എങ്ങനെ തെറ്റ് വന്നാലും അത് ഈശ്വരൻ നമ്മൾക്ക് സഹായമായിട്ട് വരും. തെറ്റാണ്ട് അല്ലേ? ഇന്ന് വരെ ഇവിടെ ഇരിക്കണ ആരെങ്കിലും ഒരാൾ നടന്നു തുടങ്ങിയപ്പോൾ വീഴാണ്ട് നടക്കാൻ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ അവിടെ? ചെറുപ്പത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ എണീറ്റിട്ട് ഒരു ദിവസം അങ്ങോട്ട് നടന്നു, ഒരൊറ്റ വീഴ്ച പോലും വീണിട്ടില്ല. അങ്ങനെ നടക്കാൻ പഠിച്ചു ആരെങ്കിലും ഉണ്ടോ? പുഴയും ഒക്കെ ഉള്ളതാണ് നമ്മുടെ അടുത്ത്. നീന്താൻ അറിയണവരുണ്ടാവും അല്ലേ? ആ വെള്ളത്തിൽ ഇറങ്ങി ഒറ്റ നീന്തലാ നീന്തി അക്കരയ്ക്ക് പോയി വല്ലവരും ഉണ്ടോ? അല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങണേക്കാളും മുമ്പ് നീന്തലൊക്കെ പഠിച്ചിട്ടാവാം വെള്ളത്തിൽ ഇറങ്ങുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീന്തൽ പഠിച്ചവർ വല്ലവരും ഉണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊന്നും, അതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. നീന്തൽ പഠിച്ചിട്ട് ഒന്ന് മുങ്ങിയ അയ്യോ ഞാൻ മുങ്ങിപ്പോയി, ഞാൻ നീന്തണില്ല എന്ന് പറഞ്ഞ് കയറിപ്പോന്നാൽ നീന്തൽ പഠിക്കില്ല എന്നേ ഉള്ളൂ. അതുപോലെ നടക്കാൻ പോണ കുട്ടി വീണ് കഴിയുമ്പോൾ ചാടിയതല്ലേ വരുമോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് വരും. അയ്യോ എൻ്റെ കുട്ടി വീണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഭയം ഉണ്ടാക്കി കൊടുത്താലോ അത് നടക്കില്ല. വീഴുമോ എന്നുള്ള ഭയത്തിൽ അവിടെ ഇരുന്ന് അതിന് നടക്കാൻ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ള ഭാവങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ ആ അഹത്തിനെയൊക്കെ നീക്കുക എന്നുള്ള അങ്ങനെയുള്ള ഭാവങ്ങളെ അതാണ് അവിടെ കാണിച്ചു തരുന്നത്. വസ്ത്രാപഹരണം എന്ന് പറഞ്ഞാൽ പുറമേക്ക് നമ്മൾ ധരിക്കുന്ന ഈ വസ്ത്രം അപഹരിച്ചു എന്നൊന്നുമല്ല അർത്ഥമാക്കേണ്ടത്. നമ്മളുടെ ശരീരബോധത്തെ ദുരഭിമാനത്തെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട്, അങ്ങനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ അങ്ങനെ ഇല്ലാണ്ടാക്കി എൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ എന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ ശരീരബോധം ഇല്ലാണ്ടാക്കിയിട്ട് ആ ഭഗവാനെ സർവാത്മന ആശ്രയിച്ചപ്പോൾ അവർക്ക് ആ ആത്മാനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നൊക്കെയാണ് ഓരോ. അപ്പോൾ അവരാരെയാണ്? ആ കാർത്യായനി ദേവിയെ പൂജിച്ചെങ്കിലും ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഈ രൂപഭേദങ്ങളിലൊന്നും നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടരുത്. ഏതൊരു രൂപത്തിലാണോ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ രമിക്കണത്, ഏതൊരു രൂപഭാവങ്ങളിലാണോ, ഏതൊരു നാമം ജപിക്കുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ശാന്തി ഉണ്ടാവണത്, ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നണത്, ആ നാമം നിരന്തരം ജപിച്ചോളൂ.
ബാക്കിയുള്ളതൊക്കെ ജപിക്കേണ്ട ആ ഒറ്റ നാമം മാത്രം മതി എന്ന് വെച്ചാൽ അത് അങ്ങനെ ജപിക്കാം. പക്ഷേ ഏത് നാമം ജപിക്കുമ്പോഴും ഇത് എൻ്റെ ആ ഭഗവാന്റെ അതേ നാമം തന്നെയാണ് അല്ലേ. ഏത് നാമം ജപിക്കായാലും അങ്ങനെ നമുക്ക് തോന്നണം. ആ ഒരു തോന്നൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. പലതില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഉറയ്ക്കണം. അല്ലെങ്കിൽ എല്ലാത്തിലും ഈശ്വരനെ കാണാനായിട്ട് സാധിക്കണം. അതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിലൂടെ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആമുഖം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസമായിട്ട് ഇവിടെ ഇരുന്ന് വായിക്കുകയാണ്. ആ വായിച്ചത് ഇവിടെ വന്നിരുന്ന് നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഇവിടെ നിത്യമായിട്ട് എത്തിയവർ 2-3 പേരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ ചേച്ചി? എന്നും വന്നില്ലേ? എന്നും വന്നില്ലേ? രണ്ടാളാ വന്നിട്ടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിത്യം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മ കുറച്ച് ദിവസം വരെ വന്നു. ഇപ്പം അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടാണ് ആ അമ്മ തങ്കമ്മ വരാണ്ടായത്. അത് ഒരു അതെ അല്ലേ? കൃഷ്ണ. അപ്പോൾ ആ അമ്മയുടെ കാലിൽ എന്താണ്ടായി? എന്തേ പറ്റി? അല്ല, അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അത് നീർക്കെട്ട് കളഞ്ഞ് സ്റ്റിച്ചിടേണ്ടി വന്നു. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കുക ഒടിവും ചതവൊക്കെ വന്ന് ബുദ്ധിമുട്ടാവണേക്കാളും ഭേദം ഭഗവാന്റെ കാരുണ്യം എന്ന് തന്നെ വിചാരിക്കണേ. എന്നിട്ടും ആ കാല് വെച്ചിട്ടും ആ അമ്മ എത്ര ദിവസം വന്നു. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രാരാബ്ധം അനുഭവിക്കാനുള്ള പ്രാരാബ്ധം ഒഴിവാക്കാൻ പറ്റുക. അതിനേക്കാളും വലുത് വരുന്നത് പലതും അങ്ങനെ ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഈ മഴയത്തിന്. ഇപ്പോഴും അമ്മയ്ക്ക് സങ്കടം. അവിടെ ചെന്ന് അമ്മയെ കാണുമ്പോൾ ചോദിച്ചു നോക്കും, അമ്മയ്ക്ക് സങ്കടം കാലിന് ഇങ്ങനെ പറ്റിയതൊന്നും ആവില്ല, ഈശ്വര രാമായണം മുഴുവൻ കേൾക്കാൻ പറ്റാണ്ടായില്ലോ എന്നുള്ളതാവും അതിന് സങ്കടം. അല്ലാണ്ട് വേറെ ഒന്നും ആവില്ല ആ അമ്മയ്ക്ക് സങ്കടം. അങ്ങനെ അപ്പം നമ്മുടെ മനസ്സ് അത്രയും ആ ഭഗവാനിലേക്ക് രമിക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ ആയിത്തീരണം. നമുക്കിവിടെ എത്താനുള്ളൊരു കൊതി ഉണ്ടായാൽ തന്നെ, അവിടെ എത്തിപ്പെടാൻ പറ്റണില്ലെങ്കിലും അവിടെ എത്തണം എന്നുള്ളൊരു കൊതി ഉണ്ടായാൽ തന്നെ നമുക്ക് അത് അല്ല ഇവിടെ വന്ന് ഇരുന്നിട്ട് നേരത്തെ പറഞ്ഞ കഥ പോലെ ഇരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ ഇരുന്നിട്ട് വേറെ കാര്യങ്ങൾ ആലോചിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് വേണ്ടതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നിത്യോപാസന ഈ ഒരു രാമായണ മാസം മുതൽ ഞങ്ങളിത് ആ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാം എന്ന് മാത്രമുള്ളത് ഒഴിവാക്കിയിട്ട് കർക്കിടക മാസത്തിൽ ഇതുപോലെ സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാം എല്ലാവരും കൂടി ഇരുന്ന്. അല്ലാത്ത ദിവസങ്ങളിൽ അവരവരുടെ ഗൃഹത്തിലിരുന്നിട്ട് രാമായണം കഴിയുന്നത്ര തവണ അവനവൻ തന്നെ ഒറ്റയ്ക്ക് പാരായണം ചെയ്ത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എത്ര സുഖമാണത്. ഇപ്പോൾ എത്ര 3-4 വർഷമായി നമ്മൾ കേൾക്കണം. ഇനി നമ്മൾ വീട്ടിൽ വായിക്കണവരുണ്ട് എല്ലാവരും. അപ്പോൾ വായിക്കാൻ അറിയാത്തവരൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നിത്യം വായിച്ച് അത് സമർപ്പിക്കുക. ഒരു വർഷം കൊണ്ട് എത്ര പ്രാവശ്യം ഓരോരുത്തർക്ക് വായിക്കാൻ പറ്റും എന്നുള്ളത് അറിയട്ടെ. നമ്മളിപ്പോൾ ഒരു പേജ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അതിലൊരു രസം വന്നാൽ, അതിനോടൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇനി എന്താണ് ഉണ്ടാവാൻ പോണേന്നൊക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് അവിടേക്ക് അങ്ങോട്ട് എത്താനുള്ളൊരു ത്വര വരും. ഇവിടെ വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അനുഭവമാവണതാണ്. കാരണം ഈ രാമായണത്തിലെ കഥകൾ അറിയാണ്ടല്ല, എന്നാലും അടുത്ത ഭാഗം എന്നുള്ളൊരു കൊതി വന്നിട്ട് നമ്മളിങ്ങനെ ഓടും, അല്ലാണ്ട് ഓടേണ്ടതല്ല. അപ്പം അങ്ങനെ ആ ഒരിഷ്ടം വരും. അപ്പം നമുക്ക് ധാരാളം തവണ രാമായണം വായിക്കാൻ പറ്റും. ഇത് ഓരോ തവണ വായിച്ച് സമർപ്പിക്കുമ്പോഴും നമ്മളുടെ കൂടുതൽ പരിശുദ്ധമായിട്ട് തീരുക ചെയ്യുക. നമ്മുടെ കർമ്മപ്രാരാബ്ദങ്ങൾ കൂടുതൽ ഇല്ലാണ്ടാവുക ചെയ്യുക. വീട്ടിൽ കൊണ്ടുവന്ന് ഗ്രന്ഥം മടക്കി വയ്ക്കരുത് എന്ന് പറയും. ഗ്രന്ഥം മടക്കി വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് ഗ്രന്ഥം മടക്കി വെച്ചത് നമ്മൾ നിത്യം വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ പഷ്ണിക്ക് ഇടണ പോലെയാത്രേ. കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാത്ത പോലെയാണ്. വല്ലപ്പോഴും ഒരിക്കൽ അതിനെന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അതുപോലെ ഭഗവാന് ഓട് ചെയ്യണ ഒരു നിന്ദ പോലെയാണ് അതിനെ മഹാത്മാക്കൾ പറയുക. നമ്മൾ നിത്യം ഗ്രന്ഥങ്ങൾ വെച്ചാൽ നിത്യം ഒരു പേജെങ്കിലും വായിക്കണം, ഒരു വരിയെങ്കിലും വായിക്കണം, ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ പകുതി എന്നൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ അതിൽ പറയും. അങ്ങനെ വായിച്ചാൽ ഭാഗവതത്തിന് അത്രയും ഗുണമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിത്യം പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇന്നത്തെ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണ 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 നാരായണ. നമ്മൾ കഴിഞ്ഞ ഭാഗം വരെ വായിച്ച് സമർപ്പിച്ചത്. പേജ് നമ്പറൊക്കെ പറഞ്ഞോളൂ. ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ. എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. വായിച്ച് സമർപ്പിച്ചത് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിലെത്തുമ്പോൾ ഋഷി പറയും, ഇവിടെ ഒരു ദിവസം ഇരുന്നിട്ട് പോകണം, അടുത്ത ദിവസം നമുക്ക് രാവിലെ നേരത്തെ പോവാം എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു ഹനുമാനോട് പറയും, അങ്ങ് ചെന്നിട്ട് വിവരങ്ങളെല്ലാം ഭരതകുമാരനെ പറഞ്ഞറിയിക്കണം. പോകുന്ന വഴിക്ക് ഗുഹനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയോധ്യയിലെത്തി ഭരതനോട് വിവരം പറയണം. ഭരതനാകെ വിഷമിച്ചിരിക്കാവും എന്ന് പറഞ്ഞയക്കണു. അപ്പോൾ അങ്ങനെ ആ ഗുഹനെ കണ്ട് വിവരങ്ങൾ അറിയിച്ചിട്ട് നേരെ ഭരതകുമാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണു, അങ്ങയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു വരുന്നുണ്ട് എന്ന് ആദ്യം പറയണു. താൻ ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞില്ല. ആദ്യമേ തന്നെ ആ താപം എൻ്റെ
സഹോദരൻ്റെ ഉള്ളിലുള്ള വിഷമത്തെ നീക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം തന്നെ ആ വിഷമം പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വരവിനെ അറിയിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വനരന്മാരോടുകൂടി ചേർന്ന് രാക്ഷസനെ വധിച്ചിട്ട് വിഭീഷണനെ രാജാവാക്കി വാഴിച്ചു. ഇതിപ്പോൾ വിഭീഷണനും വനര രാജാക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഇവിടേക്ക് അയോധ്യയ്ക്ക് എഴുന്നള്ളുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭരതൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വനരന്മാരായിട്ട് സംഘം ഉണ്ടായത്? ശ്രീരാമചന്ദ്ര പ്രഭു അറിയാതെ എങ്ങനെ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി? ആ വിവരങ്ങളൊക്കെ വിശദമായിട്ട് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വിവരങ്ങളും ചിത്രകൂടാചലത്തിൽ വച്ചിട്ട് ഭരതൻ ആ പാതുകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മടങ്ങി പോന്നതിന് ശേഷം ഉണ്ടായ എല്ലാ വൃത്താന്തങ്ങളെയും ഭരതൻ്റെ മുമ്പിൽ എല്ലാവരും കേൾക്കെ അവിടെ പറഞ്ഞ് അറിയിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടിയിട്ട് അത് കേട്ടു നിൽക്കുകയാണ്. അങ്ങനെ അവർ അത്രയും വിചിത്രമായിട്ടുള്ള ആ ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി അയോധ്യ പ്രവേശമാണ് പാരായണം ചെയ്തത്. അയോധ്യ പ്രവേശം. കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയ? ശത്രുഘ്നോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനം നാഥാനെഴുന്നള്ളുന്നേരത്ത് രാജ്യമലങ്കരിക്കണമെല്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യസ്തയാ ദീപാവലിയും ഉണ്ടാകണം. സൂതവൈതാളികാവന്തി സ്തുതിപാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കേണമേ വരും. രാജ്യതാരങ്ങളും അത്യാജനങ്ങളും വാജി ഗജരഥ ഭക്തി സൈന്യങ്ങളും വാനരാനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരേണമെല്ലാവരും. കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ ഹരേഷ്ണ നിർത്തരും. കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്കാ സമസ്തരും. താപസാവൃന്ദവും ഭൂസുരാവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരാജനങ്ങളാബാലവൃദ്ധാവതി ശ്രീരാമനെ കാൺമതിനായി വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമ്മാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരാജനങ്ങൾ നിറഞ്ഞീതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമവണ്ണം 10,000 ഉണ്ടോ. നൂറായിരം തുരകങ്ങളുമുണ്ട് 500,000 കാലാൽ പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാൻ. പാതുകം മൂർധനി വച്ചു ഭരതനും പാദചാരേന നടന്നു തുടങ്ങിനാൻ. ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണമാചന്ദ്രാപമാം പുഷ്കരൻ അന്നേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരാജനാദികളോടു കുതൂഹലാൽ മാരുതാപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേല അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യമായുള്ള ഒരു സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം. പുണ്ടരീകാക്ഷം പുരുഷോത്തമം വരം ജാനകീ ജീവനസ്മരണം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം.
രാമ 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 പാഹിമാം. കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാത ശബ്ദം അഭ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ആ ബാലാവൃദ്ധ സ്ത്രീ തരുണാവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണാവാജീരഥങ്ങളിൽ നിന്നവർ പാരിയിലിറങ്ങി വണങ്ങിനാനേവരും. ചാരുവിമാനഗ്രസംസ്ഥിതനാം ജഗത് കാരണാഭൂതനെ കണ്ടു ഭരതനും. മേരു മഹാഗിരിമൂർധനീ ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിത്പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്കരമായ വിമാനവും അന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനുമായി വിമാനം കരേറിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസീംനി ചേർത്തിടിനാൻ. കാലാമനേകം കഴിഞ്ഞു കണ്ടിടിനാ ബാലകന്മാരെ മുറുകെത്തഴുകിനാൻ. ഹർഷശ്രുതാരയാ സോദരാമൂർധനി വർഷിച്ചു വാത്സല്യപൂരകം ദൂരവും. വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവജനം ഭരതൻ പദം. ഭക്തിയാ വണങ്ങിനാൻ ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിടിനാൻ. ആദരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവനങ്കതൻ ജാമ്പവാൻ നീലനും ഉഗ്രനം മൈന്ദൻ വിവദൻ സുഷേണനും. താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ ഋഷഭൻ ശരഭൻ ബനാസനം. ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതാവലി ദുർമുഖൻ. സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി. ഏറ്റവും മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ഘടം പുണർന്നിതു. മാരുതിവാച ഭരതകുമാരനും പുരുഷാവേഷം ധരിച്ച കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതീമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോടു പുണർന്നതാ ഗദ്ഗദാവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. നാലു സൂതന്മാർ ദശരഥ ഭൂമനിക്കാലമഞ്ചാമനായിച്ച മഞ്ഞു ഭവാൻ. പഞ്ചമാഭ്രാത ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചിന സംശയമില്ലെന്നറിയടോ. ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്തിയാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുലർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാകിയ മാതൃപദത്തെയും കാകുസ്ഥനാശു സുമിത്രവാദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരു മനച്ചൂതഴുകിനാൻ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിയിടിനാരഗ്രേ വിനീതരായി നിന്നിതൂതാരയും. ഭക്തിപരവശനായ ഭരതനും ചിത്താമഴിഞ്ഞു തൽപാതുകാദന്തവും. ശ്രീരാമപാദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാദത്തമെങ്കിൽ പുരദ്യ ഞാൻ പൂജ്യനം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേൻ അടിയനിന്നു നിർണയം. എന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലെന്നു 10 മടങ്ങായുണ്ട്
പണ്ടേതിലിന്നു 10 മടങ്ങായിയുടൻ ഉണ്ടിഹ രാജ്യഭണ്ഡാരവും ഭൂപതേ ആനയും തേരും കുതിരയും പാർത്തു കണ്ടൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനാമില്ല കാരുണ്യവാരിധേ. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാൻ ജാനകീ ജീവനസ്മരണം. അങ്ങനെ ആ ഹനുമാന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ വേഗം ഭരതൻ ശത്രുഘ്നനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ എഴുന്നള്ളുമ്പോൾ എല്ലാം അയോധ്യ മുഴുവനും അലങ്കരിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സ്തുതിപാഠകന്മാരെ, സൂതന്മാരെ, വന്ദികൾ തുടങ്ങി എല്ലാവരും ഉണ്ടാവണം. അതുപോലെ മേളം മുഴങ്ങണം, അർഘഭാഗ്യാദികൾ ഒരുക്കണം. ആന, കുതിര, തേരാൾ, കാലാൾപ്പട അങ്ങനെ എല്ലാവരും വരണം. ധാരാളം സ്ത്രീകൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിട്ട് താലൊക്കെ പിടിച്ച് നിൽക്കണം. അതുപോലെ കൊടിമരങ്ങളിലെല്ലാം ആ കൊടി ഉയർത്തുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ താപസന്മാരെ, ബ്രാഹ്മണരെ അങ്ങനെ എല്ലാവരും ക്ഷണിച്ചു വരുത്തണം. എല്ലാവരും ആ രാമന് വരുന്ന സമയത്ത് അയോധ്യയിൽ എല്ലാവരും ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭരതൻ എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ശത്രുഘ്നെല്ലാം വേണ്ടത് വിധത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയിട്ട് ആ രാമനെ കാണാനായിട്ട് അവിടെ നിൽക്കുകയല്ല ചെയ്തത്. ആ രാമനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയല്ല ചെയ്തത്. എന്ത് ചെയ്തു? അവർ എല്ലാവരും കൂടിയിട്ട് ആ പല്ലക്കുകളിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് സഞ്ചരിക്കുക ചെയ്യണം. രാമനെ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അകലെ നിന്ന് പുഷ്പക വിമാനം കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ബ്രഹ്മനിർമ്മിതമായിട്ടുള്ള ആ പുഷ്പക വിമാനത്തിൽ രാമചന്ദ്രനും സീതയും ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരോടും കൂടിയിട്ട് ആ പുഷ്പവിമാനം അകലെ കണ്ടപ്പോൾ പറഞ്ഞു, അകലേക്ക് നോക്കൂ, ആ കാണുന്നതാണ് പുഷ്പക വിമാനം, ആ കാണുന്നതാണ്. ആ സമയത്ത് രാമനെയും സീതയൊക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഉറക്കെ രാമൻ്റെ ജയ ജയ ശബ്ദത്തോട് കൂടിയിട്ട് ശ്രീരാമനെ ജയ് വിളിച്ചുകൊണ്ട്, സീതയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ആ രാമനാമം ജപിച്ചുകൊണ്ട് ഉറക്കെ രാമനെ വാഴ്ത്താൻ തുടങ്ങി. അപ്പോൾ ഈ ആരവമെല്ലാം ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു താഴേക്ക് നോക്കിക്കൊണ്ട് ഭരതൻ അവിടെ ഭരതനെ കാണുകയാണ്. ആ ഭരതനെ ഇങ്ങനെ കാണാണ്ടപ്പോൾ ആ ശത്രുഘ്നോട് കൂടിയിട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് ആകാശത്തിലേക്ക് തൻ്റെ ശിരസ്സിൽ ആ പാദത്തെ ചേർത്തുകൊണ്ട് ആ വിമാനത്തിലേക്ക് ആകാശത്തേക്ക് നോക്കിയിട്ട് ആ കണ്ണുനീര് വിട്ടുകൊണ്ട് നിൽക്കണ ഭരതനെ കണ്ടപ്പോൾ ഭഗവാൻ ചിന്തിച്ചപ്പോൾ ആ പുഷ്പക വിമാനം അവിടെ താന്നു ചെന്നു. അപ്പോൾ അവിടെ നിന്ന് ശത്രുഘ്നും ഭരതനും ശത്രുഘ്നന്മാരും വേഗം ചെന്നിട്ട് രാമചന്ദ്രൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. അവരെ രണ്ടുപേരെയും ചേർത്ത് പുണർന്നുകൊണ്ട് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ആ ശിരസ്സിലൊക്കെ ഘ്രാണിച്ചുകൊണ്ട് ആനന്ദ ബാഷ്പം കൊണ്ട് അവരുടെ ശിരസ് കഴുകിയെന്നാണ് പറയണത്. അത്രയും കണ്ണുനീര് ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് അവരുടെ ശിരസ്സൊക്കെ നനഞ്ഞു പോയി. അതുപോലെ തന്നെ അവരുടെ കണ്ണുകളും നിർത്താണ്ട് ഒഴുകണു. മനോഹരമായിട്ടുള്ള ഒരു കൂടിച്ചേരലിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു രംഗമാണ് അവിടെ. അങ്ങനെയുള്ള പിന്നെ അവർ പരസ്പരം എല്ലാവരും നമസ്കരിക്കുകയാണ്. ശത്രുഘ്നൻ ലക്ഷ്മണനെ നമസ്കരിക്കുന്നു. അതുപോലെ ഭരതനെ ലക്ഷ്മണൻ അങ്ങനെ പരസ്പരം സീതയൊക്കെ നമസ്കരിച്ച് അതുപോലെ എല്ലാവിധ വാനരന്മാരെയും കെട്ടിപ്പിടിച്ച് ആശ്ലേഷം ചെയ്തുകൊണ്ട് ഭരതൻ പറഞ്ഞു, ശ്രീരാമചന്ദ്ര പ്രഭുവിന് അങ്ങ് ചെയ്ത സഹായത്തിനെ പറ്റിയിട്ട് ഹനുമാൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. അങ്ങയുടെ സഹായം കൊണ്ട് മാത്രമാണ് ആ രാവണനെ വധിച്ചത്. അതുകൊണ്ട് ഇന്നു മുതൽക്ക്
ദശരഥ രാജാവിന് 4 മക്കളല്ല 5 മക്കളാണ്, അങ്ങ് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മമാരൊക്കെ ചെന്ന് കുട്ടികളൊക്കെ നമസ്കരിച്ചു. അങ്ങനെ എല്ലാവരും അങ്ങനെ പൂജിച്ചിരുന്നിട്ട് പിന്നെ അതുവരെ തൻ്റെ ശിരസ്സിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ രാമപാദുകങ്ങൾ ആ രാമൻ്റെ പാദത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഭരതൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, പണ്ട് അങ്ങ് എനിക്ക് തന്ന രാജ്യം ഞാനിതാ ആദരപൂർവ്വം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ ജന്മം ഇന്ന് സഫലമായി, എൻ്റെ അഭിലാഷങ്ങളെല്ലാം സാധിച്ചു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ആ രാജഭണ്ഡാരം പണ്ടുണ്ടാതെ ഇതിൻ്റെ 10 മടങ്ങുണ്ടാക്കി. ആന, കുതിര, തേരാളെല്ലാം 10 മടങ്ങ് അങ്ങ് കിട്ടുന്നതിൻ്റെ 10 മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രാജ്യം പരിപാലിക്കാൻ ഇത് ഞാനല്ല, എന്നെ നിമിത്തമാക്കി വെച്ചുകൊണ്ട് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇത്രയും പരിപാലിക്കാനായിട്ട് സാധിച്ചത്. ഇനി അങ്ങേക്ക് ഈ രാജ്യം ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആ ഭരതൻ്റെ ആ ഒരു ഭാവം കണ്ടിട്ട്, കാരണം ഇത്ര വലിയൊരു രാജ്യം കിട്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താ, ഈ സ്വത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി തർക്കമാണ് അല്ലേ. അത് സഹോദരന്മാർ തമ്മിലും ആവട്ടെ, സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല, അമ്മയും മക്കൾ, അച്ഛനും അമ്മയും വിട്ടുകൊടുക്കാത്ത അച്ഛനമ്മമാരും തട്ടിപ്പറിക്കുന്ന മക്കൾ, അവർ തമ്മിലും കൂടിയും പറഞ്ഞതാ തമ്മിൽ തല്ലുകൂടി വഴക്കുണ്ടാക്കണം. അത് പോട്ടെ, അധ്വാനിച്ച് കൊണ്ടുവന്ന മുതലെല്ലാം ഭാര്യയുടെ പേർക്ക്. കാരണം അധ്വാനിക്കുമ്പോൾ ഇദ്ദേഹം മലനാട്ടിലും കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ പേർക്ക് എഴുതി വെച്ചാലേ അതിൻ്റെ കടലാസുകൾക്ക് ഒപ്പിടാനോ കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഭാര്യയുടെ പേർക്ക് എഴുതി വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ ഭർത്താവിനെ അടിച്ചിറക്കുന്ന ഭാര്യ, അതും നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളം കാണുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൊണ്ട് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോവുക എന്നുള്ളൊരു അവസ്ഥ, അങ്ങനെ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത്രയും അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ നോക്കൂ. ഇതൊക്കെ കാണിച്ചു തരണത് എന്താണ്? സഹോദര സ്നേഹം. കാരണം എൻ്റെ എന്ന് പറഞ്ഞ് ചേർത്ത് പഠിക്കണം എന്നൊന്നുമില്ല. ഒരു കാര്യം നന്നായിട്ട് നോക്കി ഇത് എൻ്റെ ആയിട്ട് സ്വന്തമാക്കി വെച്ചിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ഇത് രാമൻ്റെ ആണെന്നുള്ള ഭാവത്തിൽ തന്നെ വേണ്ടതുപോലെ ആ രാജ്യത്തെ നന്നായിട്ട് ഭരിക്കാനായിട്ട് ഭരതന് സാധിച്ചു. അത് എപ്പോൾ വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ, എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയൊക്കെ ആക്കി, ഇനി എനിക്കിത് വിട്ടുതരാൻ പറ്റില്ല എന്നല്ല, വിട്ടുകൊടുക്കാനായിട്ടുള്ള ആ മനോഭാവം ഉണ്ടായി. അതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള ഇന്ന് നടക്കുന്ന പല വിധത്തിലുള്ള അക്രമങ്ങൾക്കും കാരണം ഇതുപോലെയാണ്. ഈ സ്വത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തമ്മിത്തല്ലും വഴക്കൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഗുണങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നോക്കുക, നമ്മുടെ ഉള്ളിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളല്ലേ ഈ രാജ്യവും ഈ ധനവും കാര്യങ്ങളൊക്കെ എത്ര നിമിഷത്തൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിലെന്ന് നമുക്കറിയില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. ഒന്ന് ചിരിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് നമുക്കൊന്ന് ചിരിക്കാൻ. ഒരാളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുക, ആ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണല്ലേ. ആരെങ്കിലും അപ്പോഴും അല്ല, അവരോട് ഞാൻ ചിരിക്കില്ല, അവരോട് എനിക്ക് ദേഷ്യം, നാളെ അവരെന്നെ അങ്ങനെ പറഞ്ഞു. ആ ഒരു ഭാവം ചിലപ്പോൾ അത് എന്തോ നിലയ്ക്ക് പറഞ്ഞവരും മറന്നുണ്ടാവും. അത് അങ്ങനെ ശത്രുത വച്ചിട്ടൊന്നും ആവില്ല പറയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്നാലും അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ 2020 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ അതിലങ്ങോട്ട് കടന്നു പോകുമ്പോഴാണ് എന്നോട് ആ വാക്ക് പറഞ്ഞത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. അതിന് ശേഷം അവർ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. എന്നാലും ആ വൈരാഗ്യം നമ്മളുള്ളിൽ വച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു മനസ്ഥിതിയാണ് നമുക്കൊക്കെ. ഭഗവാൻ നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഇതുപോലെ ഒന്ന് ചിരിക്കാനുള്ള ഒരു അല്ലേ, വേറെ ഏതെങ്കിലും ജന്തുമൃഗാദികൾ ഇങ്ങനെ ചിരിക്കണ കണ്ടോ? ചിരിക്കാനുള്ളൊരു ഗുണം തന്നിട്ടുണ്ട് മനുഷ്യൻ. എല്ലാ വിധത്തിലുള്ള എത്ര ദുഃഖമായിക്കോട്ടെ, എത്ര ദുരിതമായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ടായിക്കോട്ടെ, എത്ര വൈരാഗ്യമാവട്ടെ, അതൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിരിയിലൂടെ അലിഞ്ഞു പോകും.
ഉറപ്പായിട്ടും അലിഞ്ഞു പോകും. 3 വർഷം സ്പർദ്ധയോട് കൂടിയിട്ട്, അതായത് ചെറിയ കാര്യത്തിന് വേണ്ടി വിഷമം, ചെറിയ കാര്യം വെച്ചാൽ ഓരോരുത്തർക്ക് അവരവരുടെ കാര്യം വലുതാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയണേ, ബാക്കിയൊന്നും പറയണില്ല. ആരാ എന്താ എവിടെയാ ഇവിടെയൊന്നും നടന്നതല്ല എന്ന് വിചാരിച്ചോളെ, അനുഭവമാണ് പറയണേ. ഒരമ്മയും മകനും. അപ്പോൾ ആ മകൻ, അമ്മയ്ക്ക് കുറേ മക്കളുണ്ട്, 10 മക്കളൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ആ അമ്മയും മകനുമാണ്. അപ്പം ആ മകൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് മകനൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായപ്പോൾ ഈ കുട്ടിയെ കാണാനായിട്ട് അമ്മ വരണത് കാത്തിരിക്കുകയാണ്. പക്ഷേ അമ്മ വന്നില്ല. അമ്മയ്ക്ക് വരാമായിരുന്നു, അമ്മ വേണമെങ്കിൽ വന്നില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ അതേ സമയം തന്നെ അമ്മയുടെ സഹോദരിയുടെ അവിടെയും ഒരു കുഞ്ഞുണ്ടായി. അതിനെ പരിചരിക്കാനും കാര്യങ്ങൾക്കായിട്ട് അവിടെ ചെന്നിരുന്നു. ഈ കുഞ്ഞിനെ കാണാൻ പോലും വന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഈ മകന് വല്ലാത്തൊരു സങ്കടം തോന്നി. ഇനി അമ്മയ്ക്ക് കുറേ മക്കളുണ്ടാവും, കുറേ കൊച്ചുമക്കളുണ്ടാവും, പക്ഷേ എനിക്ക് എൻ്റെ മോനല്ലേ ഇത്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ അമ്മ വരുന്നതല്ലേ എനിക്ക് ഏറ്റവും സന്തോഷം. അമ്മ വന്നില്ലല്ലോ, ഇനി അമ്മയായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള സങ്കടത്തിൽ മിണ്ടാണ്ട് നടന്ന് കുറേ കഴിഞ്ഞു. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് മകൻ നാട്ടിൽ വന്ന സമയത്ത് ഈ അമ്മയെ കാണുന്ന സമയത്ത് അമ്മ ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ മോനെ എത്ര കാലമായി കണ്ടിട്ട് എന്ന് നോക്കിയിട്ട് അമ്മ ഒരു ചിരി ചിരിച്ചതോട് കൂടിയിട്ട് അതെല്ലാം അലിഞ്ഞ് ഇല്ലാണ്ടായി. ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ആ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ അങ്ങനെയാണ്. ആ ഒരു നിമിഷം കൊണ്ട്, കാരണം ആ മാതൃസ്നേഹത്തിൻ്റെ മുമ്പിൽ അത് അലിഞ്ഞു പോയി. ഒരു പുഞ്ചിരി, അവനെ നോക്കിയിട്ട് പുഞ്ചിരി. അതേസമയം അമ്മ നിനക്ക് എന്താടാ എന്നെ അങ്ങനെ പറഞ്ഞിട്ട് തമ്മിത്തല്ലോ വഴക്കുമായിട്ടാണ് അമ്മ മിണ്ടിയെന്ന് അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ പിന്നെയും അവിടെ വഴക്കുണ്ടായേനെ. പക്ഷേ അമ്മയുടെ ആ വാത്സല്യത്തോടൊരു പുഞ്ചിരിയിൽ 3 വർഷമായിട്ട് അമ്മയെ കണ്ട കത്തിയെടുത്ത് കുത്തു എന്നുള്ള നിലയ്ക്കാണ് ആ വൈരാഗ്യത്തിനെ വളർത്തിക്കൊണ്ടിരുന്ന ആ മകൻ്റെ വൈരാഗ്യമെല്ലാം ആ നിമിഷം അലിഞ്ഞു പോയി. അതാ ശരിക്കും മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. അത് ആ ഒരു പുഞ്ചിരി അലിഞ്ഞു പോകുകയെന്നല്ല. പക്ഷെ നമ്മളിപ്പോൾ ആരോടെങ്കിലും പുഞ്ചിരിക്കാറുണ്ടോ? പുഞ്ചിരിക്കാൻ മറന്നു പോവുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിരിച്ചാലും തിരിച്ച് ചിരിക്കില്ല, മിണ്ടിയാലും തിരിച്ച് ചിലവരോടൊക്കെ നമുക്ക് മിണ്ടാൻ പേടിയോ. കാരണം നമ്മൾ വിചാരിക്കും എന്തിനാ വെറുതെ വഴക്കും വക്കാണൊക്കെ ഉണ്ടാക്കണേ, അവരോട് ചെന്ന് നമ്മളോട് ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടാം എന്ന് വിചാരിച്ച് മിണ്ടാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കേൾക്കുന്ന സരസ്വതി വിലാസം കേൾക്കുമ്പോൾ രാമായണം വായിച്ചതൊക്കെ വെറുതെയായി. അന്നത്തെ ദിവസം വായിച്ചതിൻ്റെ ഫലമൊക്കെ അതോടുകൂടി തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും ചിലവരോട്. കാരണം ഗുണത്തിനും ദോഷത്തിനും പോകണ്ടെന്നുള്ളതായിരിക്കും. പക്ഷെ ശത്രുതാഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവാഞ്ഞാൽ മതി. ശത്രുതാഭാവം ഉണ്ടായാൽ മതി. അവരങ്ങനെയാണ് നമ്മളങ്ങോട്ട് സങ്കല്പിച്ചോളുക, അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആരോട് ശത്രുതാഭാവം വേണ്ട. അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്നറിയില്ല. പിന്നെന്താ കാര്യം? അടുത്ത നിമിഷം സംഭവിക്കാതെ അറിയണില്ല അല്ലേ? സ്കൂളിലേക്ക് പാവം ആ കുഞ്ഞ് അമ്മോട് ടാറ്റ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകാൻ ടാറ്റ പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്തതാണ്. ആ ടാറ്റ പറഞ്ഞ കുഞ്ഞിന് തോന്നിയിട്ടില്ല, കണ്ടു നിൽക്കണ അമ്മയ്ക്കും തോന്നിയിട്ടില്ല, അടുത്ത നിമിഷം അത് സംഭവിക്കുന്നു. അനുഭവം അങ്ങനെയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെന്നോ കുട്ടികളെന്നോ വയസ്സായവരെന്നോ ഒന്നുമില്ല. വയസ്സായവർ ജീവിതം മടുത്തിട്ട് പ്രാരാബ്ധങ്ങളൊക്കെ അനുഭവിച്ച് കിടക്കണു. അതേസമയം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ യാതൊന്നും അറിയാണ്ട് ആ ശരീരത്തിനെ വിട്ടു പോകണു. ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും വിചിത്രമാണ് ഈ മായ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് വലയാണ്ട് നമുക്ക് എന്ത് വേണം? പരസ്പര സ്നേഹമാണ് വേണ്ടത്. ഭരതനെ നമ്മുടെ കൂടൽമാണിക്യസ്വാമി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും നാലമ്പലം തൊഴണു, അങ്ങനെ പോണു, ഇങ്ങനത്തെ പോണൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആരെങ്കിലും ആ ഭരതൻ അവിടെ ചെല്ലുമ്പോൾ ആ രൂപം അങ്ങോട്ട് കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഈ ഒരു മഹത്വം, ഈ ഒരു ഭാവത്തിൽ നമുക്ക് ആരെങ്കിലും നമസ്കരിക്കാറുണ്ടോ? വെറുതെ വിഗ്രഹം കണ്ട് തൊഴുതു പോരണു. നാലമ്പലം തൊഴുക എന്നുള്ളതൊക്കെ ഇപ്പോൾ തുടങ്ങിയിരിക്കണ ഒരു ഏർപ്പാടാണ്. കർക്കിടക മാസത്തിൽ അത് ഈ പറഞ്ഞോണം തന്നെ
അമ്പലത്തിന് വരായി ഉണ്ടാവും, അത് നല്ല കാര്യം. പിന്നെ അത് കൂടാണ്ട് ഈ കൊണ്ടുപോകണവർക്കൊക്കെ പൈസയും കിട്ടും. അതിന് വേണ്ടിയിട്ട് അത് അവർക്ക് ഒരു തൊഴിലായിട്ട് തുടങ്ങിയേക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു 5-10 കൊല്ലമായി ഉണ്ടാവും അത് തുടങ്ങിയിട്ട്. അതുവരെ ഒന്നും നാലമ്പലം തൊഴിലൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും നാലമ്പലം എന്ന് വേണമെങ്കിലും തൊഴാം. കർക്കിടക മാസത്തിലൊന്നുമല്ല, എപ്പോഴും തൊഴാം. പണ്ട് കാലത്തും നാലമ്പലം തൊഴിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ നാലമ്പലം തൊഴാൻ പോകാറുണ്ട്. അത് ഇന്നത്തെ പോലെയൊന്നുമല്ല. നേരെ ആ വെടി പൊട്ടണേക്കാളും മുമ്പ് 3 മണിക്ക് മുമ്പ് തൃപ്രയാറെത്തും. എന്നിട്ട് തൃപ്രയാറപ്പനെ നിർമാല്യം കണ്ട് തൊഴും. നിർമാല്യം കണ്ട് തൊഴുതിട്ട് പിന്നെ നേരെ ഇരിങ്ങാലക്കുടയ്ക്ക് പോവും. അവിടെ ആ ഉഷപൂജ കണ്ട് തൊഴുത് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ മൂഴിക്കുളത്തേക്ക് പോകും. മൂഴിക്കുളത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നാൽ ഉച്ചപൂജയാവും. അപ്പം ആ നേരത്ത് ഉച്ചപൂജ കണ്ടു കഴിഞ്ഞാൽ അവിടെ വിശ്രമിച്ച് നാമൊക്കെ വിശ്രമിച്ചിട്ട് അവിടുന്ന് ആ വൈകുന്നേരത്തോട് കൂടിയിട്ട് പായമ്മൽ പോകും. പായമ്മൽ പോയിട്ട് ശത്രുഘ്ന സ്വാമിയെ ആ ദീപാരാധന കണ്ട് തൊഴും. ദീപാരാധന കണ്ട് തൊഴുതിട്ട് അവിടെ നിന്ന് വീണ്ടും തൃപ്രയാർക്ക് തന്നെ ചെല്ലും. തൃപ്രയാർക്ക് പോയി കഴിഞ്ഞിട്ട് അത്താഴപൂജയ്ക്ക് ആ തൃപ്രയാറപ്പനെ തൊഴുത് നമസ്കരിക്കും. അങ്ങനെ ആയാലേ ഒരു നാലമ്പല ദർശനം പൂർണ്ണമാവുള്ളൂ. അങ്ങനെയാണ് നാലമ്പല ദർശനം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം മുഴുവനും നമ്മുടെ മനസ്സ് ഈ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ ഈ രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. അന്നൊക്കെ രാമായണം നിത്യോപാസനയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് ഉച്ച സമയത്തൊക്കെ ഈ വിശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ രാമായണമൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിലുള്ള രാമായണത്തെ നമ്മൾ ഓർത്തുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ട് ഓരോരോ രാമൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ രാമൻ്റെ മഹത്വവും, ആ ഭരതകുമാരൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ മഹത്വവും, ലക്ഷ്മണകുമാരൻ്റെ ഭാവവും ശത്രുഘ്നൻ്റെ ഭാവമൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് നാലമ്പല ദർശനം ചെയ്യേണ്ടത്. ഒരു ബസ്സിൽ കയറിപ്പോയി ക്യൂ നിന്ന് അപ്പുറത്ത് നിൽക്കണവരൊക്കെ പറഞ്ഞ് എന്തൊരു തിരക്കായി, തല ചുറ്റി വീഴാൻ പോണു, പഷ്ണി ഇറന്നിട്ട് പോയി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് വരൂ കേട്ടോ, ഞങ്ങളൊന്ന് വരുമോ നിങ്ങൾ, എന്നിട്ട് ആരും വിളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സൊന്നും അതിലേക്ക് എത്തണില്ല. ഈ ഒരു ഭാവത്തോടുകൂടി നമുക്ക് തൊഴാൻ സാധിക്കണില്ല. സമാധാനമായൊരു ദിവസം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ നാലമ്പല ദർശനം നടത്താവുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയായാലും എപ്പോഴായാലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ആ ഒരു ഭാവങ്ങൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയണം. അപ്പോഴാണ് നമുക്കതൊക്കെ അനുഭവമായിട്ട് തീരുള്ളൂ. ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള രൂപമല്ലേ, ആ താമരമാല ചാർത്തിയിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ആ രൂപം, ആ സംഗമേശൻ്റെ രൂപം മനസ്സിലിങ്ങനെ തെളിയണം നമുക്ക്. ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആ സംഗമേശൻ എല്ലാ സംഘങ്ങളെയും ഒഴിച്ചിട്ട് നമ്മളെ സത്തിനോട് സംഘം ജയിക്കാൻ വേണ്ടിയിട്ട് ആ സംഗമേശൻ അവിടെ നിലകൊള്ളുകയാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു വരുമ്പോഴാണല്ലോ ഓർമ്മ വരിക. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരനുഭവം, കൂടൽമാണിക്യ സ്വാമിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, അമ്മ ധാരാളം നാമം ജപിക്കും. എൻ്റെ അമ്മ ധാരാളം നാമം ജപിക്കണ. അപ്പോൾ അതിൽ കൂടൽമാണിക്യ സ്വാമിയുടെ ഇന്നും എനിക്ക് കാണാണ്ട് അറിയില്ല കേട്ടോ ആ ശ്ലോകം. ഒരു ശ്ലോകമുണ്ട്, താടിക്കെണ്ടെന്നു കൊടിയ തടിയുമായി പ്രാണനിര്യാണ കാലേന്ന് തുടങ്ങിയിട്ട് ഒരു കീർത്തനുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ എന്നും കാണാണ്ട് ജപിക്കുകയൊക്കെ ചെയ്തൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. എന്നിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളേ, ഇനിയിപ്പോൾ വലിയ ഇതൊന്നും ഇല്ല, അറിയിച്ചോളൂ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ICUൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടത്തണു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് വല്ല സുഖവും കിട്ടുമോ, അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ICUൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടെയുള്ളവർ പരിചരിക്കലും കാര്യങ്ങളൊക്കെ ആവും. റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അവന് കുഴപ്പമില്ല എന്നാൽ ഞങ്ങൾ ചേട്ടനും പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മുറിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അമ്മയും ഞാനും പിന്നെ ഞാനാണ് എപ്പോഴും അവിടെ അമ്മയുടെ അടുത്ത് രാവും പകലും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അമ്മയ്ക്ക് നാമം ജപിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണല്ലോ.
അപ്പോൾ അമ്മയെ നാമം ജപി, വേറെ ഒന്നും എനിക്ക് ഓർത്തിട്ട് ഒന്നുമല്ല അങ്ങനെ ചെയ്തത്. അമ്മയെ നാമം ജപിച്ച് കേൾപ്പിക്കാം. അപ്പം അമ്മ അങ്ങനെ കിടന്ന കിടപ്പ്, ഒരു അനക്കല്ല, ഒരു ശ്വാസം മാത്രമുണ്ട്, അങ്ങനെ കിടന്ന കിടപ്പ. ശരീരമൊക്കെ ഇങ്ങനെ മരവിച്ച പോലെയാണ് കിടക്കണം. ഒരു അനക്കെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു അനക്കവും ഇല്ല. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഇനി ആ കിടപ്പിൽ എപ്പോൾ വേണമെങ്കിലും ആ വലി നിന്നാൽ കഴിഞ്ഞു. എത്ര ദിവസം ഇതിങ്ങനെ കിടക്കുമെന്ന് അറിയില്ല ഒന്നൊക്കെ പറയണ ഒരവസ്ഥയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഈ ചെവിയിൽ നിന്നിട്ട്, ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയും ചെവിയിലിരുന്നിട്ട്. അങ്ങനെ ഗുരുവായൂരപ്പനോടൊക്കെ വർത്തമാനം പറയണം, അതേപോലെ അമ്മോടും പറയും. അമ്മ എന്നിട്ട് ആ നാമം ജപിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള നാമങ്ങളൊക്കെ ജപിക്കും. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ എഴുതി വെച്ച് പുസ്തകം കയ്യിൽ കിട്ടിയത്. അപ്പോൾ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് മറിച്ച് നോക്കിയപ്പോൾ അമ്മ നിത്യം ചൊല്ലാറുള്ള ശ്ലോകങ്ങളൊക്കെ അതിലുണ്ട്. എന്നാൽ ഇത് കൊണ്ടുപോയി ചൊല്ലാം എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയി അമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ട് ആ പുസ്തകമൊക്കെ കിട്ടി, നമുക്ക് ജപിക്കാം, നാമം ജപിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകം ഇങ്ങനെ ചൊല്ലിയിട്ട് അതിൽ അത് നമ്മൾ ശ്ലോകം ചൊല്ലുമ്പോൾ തെറ്റ് വരുള്ളൂ. ഇപ്പോഴും എനിക്ക് ഇടയ്ക്ക് വായനയിൽ ആ തെറ്റ് വരുന്നുണ്ട്. അതെൻ്റെ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഡിസബിലിറ്റി ആയിട്ടാണ് ശരിക്കും. അപ്പോൾ അതിലും തെറ്റ് വന്ന വഴിക്ക് പെട്ടെന്ന് അമ്മ പ്രതികരിച്ചിട്ട് ആ തെറ്റ് തിരുത്തി. പെട്ടെന്ന് അതുവരെ അങ്ങനെ പെട്ടെന്ന് ആ തെറ്റിങ്ങനെ അമ്മ അതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി. അമ്മ എന്ന് വെച്ചാൽ പിന്നെ ഒരു അനക്കമില്ല, അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഡോക്ടറോടൊക്കെ ചെന്ന് പറഞ്ഞു. ഡോക്ടറൊക്കെ വന്ന് നോക്കിയപ്പോൾ അമ്മയ്ക്ക് അനക്കമൊന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഡോക്ടർ എൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ അടുത്തുനിന്ന് പോകണ്ടാട്ടോ, അവിടെ ഇരുന്നോളൂ. അതായത് നമുക്ക് എന്തോ ഒരു തോന്നലായതാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാമം ജപിക്കുമ്പോഴൊക്കെ തെറ്റ് ജപിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റ് ജപിക്കുമ്പോൾ ഞാൻ എപ്പോൾ നാമം ജപിക്കുമ്പോൾ തെറ്റണോ അത് അമ്മ അങ്ങനെ ശരിയാക്കി തരും. അങ്ങനെ ജപിച്ച് അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന് അപ്പോൾ ഡോക്ടറുടെ കണക്ക് കൂട്ടൽ നോക്കുമ്പോൾ അമ്മയുടെ പിറന്നാൾ ഇടവ മാസത്തിലെ പൂരമാണ് അമ്മയുടെ പിറന്നാൾ. അപ്പോൾ പൂരം നാൾ, മുന്നാൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഞായറാഴ്ച വിട്ട് പോകുമെന്ന് തോന്നണില്ല എന്ന് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടാണ് റൂമിലേക്കൊക്കെ കൊണ്ടുവന്നത്. ചിലപ്പോൾ കുറേ കാലം കിടക്കാം, എന്നാലും ഈ ഞായറാഴ്ച വിട്ട് പോവില്ല എന്ന് പറഞ്ഞ ആൾ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും എണീറ്റിരുന്നു. തിങ്കളാഴ്ച അമ്മയുടെ തിങ്കളാഴ്ച ആയപ്പോഴേക്കും ഞായറാഴ്ച വൈകുന്നേരം എണീറ്റിരുന്നു. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ. അപ്പോൾ അമ്മയുടെ പിറന്നാളാണ് അടുത്ത ദിവസം. അപ്പോൾ അമ്മ എണീറ്റിരുന്നിട്ട് അമ്മയ്ക്ക് അതൊക്കെ നല്ല ഇഷ്ടമാണ്. പിറന്നാളിന് ചിട്ട പോലെ ചെയ്യണം, നാമം ജപിക്കണം, ദശപുഷ്പം ചൂടണം, അതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. എണീറ്റിരുന്ന് അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എൻ്റെ പിറന്നാൾ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല അമ്മേ, നാളെ അമ്മയുടെ പിറന്നാൾ എന്ന് പറഞ്ഞു. ശരിക്കും ഒരു അന്തമില്ലാത്ത പ്രവൃത്തിയാണ് കേട്ടോ. അന്നും ഗുരുവായൂരപ്പൻ കൂടെയുള്ളതുകൊണ്ടാണ്. ഞാൻ അന്തമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിച്ചാലും ഗുരുവായൂരപ്പൻ കൂടെയുള്ളതുകൊണ്ട് തന്നെയാണ് സത്യം. ഗുരുവായൂരപ്പൻ കൂടെയുള്ളതുകൊണ്ട് തന്നെയാണ് അന്നുണ്ടായത്. ഞാൻ പറഞ്ഞു, അമ്മ എണീറ്റ് എൻ്റെ കൂടെ നടന്നു വന്നാൽ ഞാൻ അവിടെ അമ്മയെ കുളിപ്പിച്ച് അപ്പോൾ കോടി അലക്കിയത് കൊടുക്കണം, ദശപുഷ്പം ചൂടണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. കൈമ പതുക്കെ കാലൊക്കെ എടുത്ത് താഴത്തേക്ക് കൈമ പിടിച്ചപ്പോൾ അമ്മ നടന്നു വന്നു. ആ നടന്നത് അമ്മയല്ല, നടത്തിയത് ഞാനും അല്ല എന്ന് 100% എനിക്ക് ഉറപ്പാണ്. എന്തോ എൻ്റെ മനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഭഗവാൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കാരണം. എന്നിട്ട് അമ്മയെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി അമ്മ ചെയ്യാറുള്ള പോലെയൊക്കെ കണ്ണൊക്കെ ഇടിച്ച് അമ്മയ്ക്കപ്പോൾ ചുമന്ന കുറിക ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇത് ദശപുഷ്പം ഞാൻ ആ ആശുപത്രി പറമ്പിൽ പോയി പറക്കിക്കൊണ്ടുവന്ന് ദശപുഷ്പം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചേർത്തിമ്മ അവിടെ നിന്ന് 4 വച്ചൊക്കെ തന്നേച്ചു. അമ്മയ്ക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ലേ. അങ്ങനെ ആ പിറന്നാൾ അങ്ങനെയായിരുന്നു എന്ന് പറയാം. അമ്മയുടെ പിറന്നാൾ ആ 4 വച്ച് തന്നേച്ചപ്പോഴേക്കും ഏട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ട് അമ്മയ്ക്ക് വഴിപാട് കഴിച്ചിട്ട്, ഇതൊന്നും അറിഞ്ഞിട്ടല്ല, അമ്മയുടെ പേരിൽ അന്ന് പായസം കൊണ്ടുവന്നു അവിടെ. അപ്പോൾ അമ്മ ഒരു 10 മണിയായപ്പോഴേക്കും ഇതൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വരാറായപ്പോഴേക്കും അമ്മയെ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തി. ഡോക്ടർ ശരിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ കുറേ നേരം നിന്നു അമ്മയെ നോക്കിയിട്ട്. എന്നിട്ട് ശരിക്കും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ആ ഡോക്ടർ. എന്നിട്ട് പറഞ്ഞു, പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അമ്മ 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം 1 മാസത്തോളം കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നല്ല ബോധത്തോടു കൂടി. പിന്നെ അമ്മ പോയപ്പോൾ ഇത് പെട്ടെന്ന് തന്നെയാണ്. അമ്മ പെട്ടെന്ന് പിന്നെ ഡൗണായി അങ്ങോട്ട് പോവുകയുണ്ടായത്. കൃഷ്ണ ഗുരുവായൂരപ്പ ഒക്കെ ഇതിനൊക്കെ സാക്ഷി ഭഗവാനാണ്. അതാണ് ആ നേരത്ത് സത്യം ആയിട്ട് ആ മണി അടിച്ചതും. അപ്പോൾ ഇത് എൻ്റെ അനുഭവമാണ്.
നമ്മൾ നാമം ജപിക്കുന്നത് കൂടൽമാണിക്യ സ്വാമിയുടെ മഹത്വം വന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ ഒരു അനുഭവമാണ്. അപ്പം ഇതുകൊണ്ട് നാമജപത്തിൻ്റെ അനുഭവം, അങ്ങനെ ഓരോ അനുഭവങ്ങളും ഉണ്ട്. കാര്യം ഒരു മാസം കൂടി സന്തോഷത്തോടു കൂടിയിട്ട് അമ്മ നമ്മുടെ കൂടെ ഇരുന്നു. ആ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കണമെന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങൾക്കൊക്കെ അച്ഛനെ ആയാലും അമ്മയായാലും നോക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്നേക്കാൾ കൂടുതലും എൻ്റെ ഏട്ടനാണ് അച്ഛനും അമ്മയും നോക്കിയേക്കണേ. കുറച്ച് നേരം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കിട്ടിയത് സംതൃപ്തിയോട് കൂടി സമാധാനത്തോടു കൂടിയിട്ട് നോക്കാനായിട്ട് സാധിച്ചു. അത് ചാരിതാർത്ഥ്യം തന്നെയുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് പോന്നപ്പോഴും ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇനി എന്നാ വരണ്ടേന്ന്. അപ്പോഴും ഡോക്ടർ ചിരിച്ചു. കാരണം ഡോക്ടർക്ക് ഇത് ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം 4-ാം ദിവസം 5-ാം ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയത്. ഒരു കുഴപ്പമുണ്ടായില്ല. പെട്ടെന്ന് ഡൗൺ ആവുക ചെയ്തേ. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞ എൻ്റെ ഈ ജന്മത്തെ എല്ലാ കർമ്മപ്രാരാബ്ദം തീർന്നു, ഞാൻ വരണില്ല കാണാൻ, എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. പക്ഷേ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ശുദ്ധവും വൃത്തിയൊക്കെ നോക്കണം, പൂജയൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട കാരണം കൊണ്ട് കുട്ടിക്ക് പനിയാണ്, വരുമെന്ന് പറഞ്ഞു. കുട്ടികളെ 2 ആളെ അവിടെ ഇട്ടിട്ടാ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഹരികൃഷ്ണൻ. അപ്പോൾ ഞാനൊന്ന് കോഴിക്കോട് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് പോയതിൻ്റെ പിന്നാലെ ഏടത്തിയമ്മയ്ക്ക് തൊടാൻ വയ്യാണ്ടായി. പിന്നെ അച്ഛനെ പരിചരിച്ചത്, അച്ഛനായിരുന്നു അമ്മയെ പരിചരിച്ചത് മുഴുവനും. നാമം ജപിച്ച് കയ്യും കാലും ഒഴിഞ്ഞ് അമ്മയുടെ അടുത്ത് ഇരുന്ന് ആ കർമ്മപ്രാരാബ്ദം വിട്ടിട്ടില്ല. അതാണ് അമ്മയ്ക്ക്, അങ്ങനെയാണ് അമ്മ പുണ്യവതിയാണ്. അമ്മ ആ നെടുമംഗല്യത്തോട് കൂടിയിട്ട് അങ്ങനെ ആ സ്നേഹമൊക്കെ അനുഭവിച്ചുകൊണ്ട് അമ്മ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയി. അത് 4-ാം ദിവസം എഴുത്തിമ ശുദ്ധമായിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് അന്ന് വൈകുന്നേരം ഒരു ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് അമ്മ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് അടുത്തുണ്ടാവാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ എനിക്കൊരു വിഷമം ഉണ്ടായുള്ളൂ. പക്ഷെ അതൊരു സങ്കടമായിട്ടൊന്നും അപ്പോൾ തോന്നണില്ല. അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സങ്കടം തോന്നിയുള്ളൂ. അതും ഗുരുവായൂരപ്പൻ, എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണെന്നറിയാം. അപ്പം നമുക്കിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ആശ്രയിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭരതൻ്റെ ആ കൂടൽമാണിക്യ സ്വാമിയുടെ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ നിറയണം. അവിടെ തൊഴാനായിട്ട് ചെല്ലുമ്പോൾ വെറുതെ ചെന്ന് തൊഴുതു പോരല്ല, ഇത് അനുഭവമാവണം. നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പട്ടാഭിഷേക ഭാഗങ്ങൾ പാരായണം ചെയ്ത് നമുക്കിവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പറയണം. ഇന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞ് വേഗം പോവാം, ഒന്നും പറയാനില്ല എന്ന് വിചാരിച്ച് പോകുന്നതാണ്. പക്ഷേ ഗുരുവായൂരപ്പനാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. മല്ലോറിൽ തേവരുടെ മുമ്പിൽ നിന്ന് എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് നിശ്ചയിക്കേണ്ടത് തേവര. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ച് വന്നിട്ട് വീട്ടിലെത്തുമ്പോൾ അയ്യോ പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ എന്ത് പറയണമെന്ന് നമ്മളല്ല നിശ്ചയിക്കണേ, ആ ഭഗവാനാണ്. ശ്രീരാമ പട്ടാഭിഷേകം. ഹരേ രാമ ഹരേ രാമ ശബ്ദമൊന്നുമില്ല, എല്ലാവരും ശബ്ദം കീഴ്പ്പെട്ടായില്ലോ. ഹരേ രാമ ഉറക്കെ ജപിക്കൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സന്തുഷ്ടനായ രഘുകുലനാഥനും മന്ദർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നതാ മഞ്ജുമയീതലം തന്നീലിറങ്ങിനാൻ. പുഷ്കരമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്തനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ. മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും.
എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളക പരിപുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവദനവും ചെയ്തു മഹാസനാമശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയുമിരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയാപുത്രിയും ഉത്ഭവ സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലാമെന്നപേക്ഷിച്ചതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാമാത്മാ രാമനീശ്വരൻ ജന്മനാശാദികളില്ലാത്ത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപനവൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അവ്യയൻ ചിന്മയൻ അന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളാവിഞ്ചിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ ഒരുക്കിയിടുകെല്ലാമെന്നു പങ്കജാലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രൂനകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാർ. ആനന്ദചേതസ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുൻപേ ജടാഭാരചോദനയും ചെയ്തു സമ്പൂർണ്ണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യ അലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണരും പുനരാരൂഢമോദാൽ അലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപനമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ച് അലങ്കരിപ്പിച്ചാരതിമുത വാനര നാരീജനത്തിനും കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിയിടിനാൻ. അന്നേരം അത്രാതുമന്ത്രം മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മാനോ വീരന്തയാപരൻ രാജയോഗം മഹാസ്യന്തനാമേറിനൻ. സൂര്യാതനയനും അങ്കദാവീരനും നാരുദീതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാലങ്കാരേണ ദിവ്യാഗജാശ്വരഥങ്ങളിലമ്മാറും നാഥന്ന കമ്പടിയായി നടന്നിടിനാൻ. സീതയും സുഗ്രീവ പത്നികളാദിയ വാനരാനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായി അനന്തരം പിമ്പേ നടന്നിതു ശംഖനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ. ഭരതനും ചാരുവെഞ്ചാമരം നക്കഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു. ശത്രുഘ്നനും സോദരൻ ദിവ്യാവ്യജനവും വീനാൻ. മാനുഷാവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 ഉണ്ടു. വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരാജനങ്ങളുമായി നടന്നിടിനാൻ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്യങ്ങളേറിനാൻ. കണ്ണിനാനന്ദാപുരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹാപരവശമാരായി വരൂവിനാൻ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവാവിനേന്ദിരാതുല്യമം താതാലയം കണ്ടു വന്ദിച്ച കമ്പുക്കു മാതാവു തൻ പദം വന്ദിച്ച വന്ദിച്ച് തന്നെ പ്രിയതമമാരെയും പ്രീത്യാഭരതകുമാരനോടന്നേരം അസ്തയാ ചൊന്നാൽ അവിളംബിതം ഭവാൻ. ഭാനൂതനയനും നക്കഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതീനോരോ ഗൃഹങ്ങളിലാക്കുക വേണമവരെ വിരയനീ എന്നതു കേട്ടതു ചെയ്തൻ ഭരതനും ചെന്നു അവരോരോ ഗൃഹങ്ങളിൽ മേവിനാൻ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും അമ്മാറു നീ കഴിച്ചിടണം. അംഗദാനാദികളോടും യഥാവിധി 4 സമുദ്രങ്ങളിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക. മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും മരുപുത്രനും അംഗതന്താനും ദുഷേണനും വൈകാതെ സ്വർണ്ണകലശങ്ങൾ തന്നിൽ മലയജാവർണ്ണേനകമായി കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്നയച്ചാരളവർ കൊണ്ടുവന്നിടിരാർ. അങ്ങനെ സത്വരം പുണ്യാനദീജലം പുഷ്കര
ആദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടാവന്തം വരുത്തിനാൻ തക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാൻ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാമ്പാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനും ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. പൊന്നിൻ കലാശങ്ങളായിരത്തെട്ടു മറ്റന്യൂന്യശോഭം ജപിച്ചാർ മുറകളും നക്തഞ്ചരേന്ദ്രനും വാനരാവീരരും രത്നഗണ്ഡം പൂണ്ട ചാമരം വീരൻ ശത്രുഘ്ന വീരൻ കുടാ പിടിച്ചിടിനൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനൻ ലോകപാലന്മാരുപദേവതാമാരും ആകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാൻ. മാരുതി കയ്യിൽ കൊടുത്ത അയച്ചാൻ ദിവ്യാഹാരം മഹേന്ദ്രൻ മനുകുലനാഥനും സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനൻ. ദേവഗന്ധർവ യക്ഷാപ്സരാവൃന്ദവും ദേവദേവേശനെ ഭജിച്ചിടിനാൻ. പൂർണ്ണഭക്തിയ പുഷ്പപുഷ്ടിയും ചെയ്തിതു. കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധ ദുർവാദള ശ്യാമളം കോമളം പത്മപത്രക്ഷണം സൂര്യകോടിപ്രഭം ഹാരാകിരീട വിരാജിതം രാഘവം മാരാസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂതരം സീതയാ വാമാംഗസംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലാനായകം രാജീവ ബാന്ധവാ വംശസമുദ്ഭവം രാവണാനാശനം രാമം ദയാപരം സേവകാഭിഷ്ടതം സേവ്യാമനാമയം ഭക്തി കൈ കൊണ്ടു ഉമാദേവിയോടും വന്നു ഭർഗനവും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളാരൂപായ തേ നമ കുണ്ടലീനാഥ തൽപായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരാകിരീടാധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിഭൂതേന്ദ്രനും ഭക്തിയാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മാവരം കൊണ്ട ഹംകൃതനായൊരു ദുർമതാമേകിയാരവേറിയ രാവണ രാക്ഷസൻ മൽപദാമെല്ലാം അടക്കിനൻ കശ്മലൻ തത്പുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ ത്വത്പ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നീ വണ്ണം ഓരോരോ ആപത്തു വന്നാലതു തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നേ ഉത്തമാ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവത്കരുണാഫലമെന്നേ മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. അത് തന്നെയാണ് ഭഗവാന്റെ കാരുണ്യം. നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്യണു അല്ലേ. ദേവേന്ദ്രനായാലും അതെ, ദേവേന്ദ്രനും എത്രയോ സമയം എത്രയോ തവണ ആ അഹങ്കാരം കൊണ്ട് പല ച്യുതികളും പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഈശ്വരനെ മറന്നാലും ആ ആപത്ത് വരുമ്പോൾ ഈശ്വരനെ ഓർക്കുന്ന അവസരത്തിൽ ഇനിയൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ടാവും. എന്നാലും ആ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇത്രയും ഒരു കാരുണ്യം വേറെ ആർക്കാണുള്ളത്? ആർക്കും ഇങ്ങനെ ഒരു കാരുണ്യമില്ല. അങ്ങയുടെ ആശ്രയമല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അതെ. ആ ഭഗവാന്റെ കാരുണ്യം അത്രയാണ്. ആദിത്യരുദ്രാവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശര വംശവിനാശകനാകിയാദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാൻ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൊൽക്കടാക്ഷത്താലൊക്കെ ലഭിച്ചിതു
ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിത്പുരുഷാ പ്രഭോ നൽകിയിടനുഗ്രഹം. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിത്പുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാഭിതൃക്കളും ശ്രീരാമചന്ദ്രനെ ചിത്താമഴിഞ്ഞു പുകഴ്ന്നു നിന്നി തുടങ്ങിനാൻ. ദുഷ്ടനാൻ രാവണൻ നഷ്ടമായാൻ ഇന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വായിച്ചു ലോകത്രയത്തിങ്കലഷ്ടിയും ഉണ്ടായതിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായിക കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചോരനന്തരം രക്ഷോ വിരാശനാകിയ രാമനെ. രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവൻ. പക്ഷീന്ദ്രവാഹന പാപാവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. പക്ഷീന്ദ്രവാഹന പാപാവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ടാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിതേ നിഞ്ചരണാംബുജം നിത്യം നമോ നമ. നിഞ്ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാൻ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയാമേറിയ രാക്ഷസാരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. പന്നകാതൽപേ വസിക്കും ഭവൽപദം മന്ദാമഹേ വയം മന്ദാമഹേ വയം. കിം പുരുഷന്മാർ പരൻ പുരുഷൻ പദം സംഭാവ്യ ഭക്തിയാ പുകഴ്ന്നാരതീദ്രുതം. കമ്പിതന്മാരായി ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണൻ എന്നു കേൾക്കുന്നേരം അമ്പരാമാർഗേ നടക്കുമാറില്ലിനി നിൻപാദപത്മം ഭജിക്കായി വരണമേ. സിദ്ധാസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാൻ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്താഭയം തീർത്ത കാരുണ്യവാരിധേ. രക്താഭിവന്താപൂണ്ടാഭവൽപദം നിത്യം നമോ നമ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യവാദ്യങ്ങാദികൾ കൊണ്ടു പുകഴ്ത്തിനാൻ. വിദ്യജനങ്ങൾക്കുള്ളിൽ തിരിയാതെ തത്വാത്മന പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരാചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യ മധുര പദങ്ങളാൽ തുഷ്ട്യാ കണക്കെ സ്തുതിച്ചോരനന്തരം. രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ മന്ദിരം പ്രാപിച്ചു. താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാൻ. സച്ചിൽ പരബ്രഹ്മ പൂർണ്ണമാത്മാനന്ദമച്യുതാമദ്വയാമേകാനനാമയം ഭാവനയ ഭഗവത് പാദാംഭോജവും സേവിച്ചിരുന്ന ജഗത്രയാവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹാസനോപരി സീതയാ സംയുതം. സിംഹാപരാക്രമം സൂര്യകോടിപ്രഭം സേവാ സോദരാ വാനരാ താപസാ രാക്ഷസാ ഭൂദേവവൃന്ദാ നിഷേവ്യമാണം പരം. രാമാഭിഷേകതീർത്ഥാദ്രമം വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. ചന്ദ്രബിംബാനനം ചാർവായുധാഭുജം ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം. കണ്ടു ധാനിപ്പവർക്കിഷ്ടാസ്പദം കണ്ടു കണ്ടാനന്ദ ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ജാനകീ ജീവനസ്മരണം. ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഈ ഭാഗത്തോട് കൂടിയിട്ട് ഇന്നത്തെ പാരായണം അവിടെ സമർപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നാളെ രാവിലെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്, അതായത് യാതൊരു വിധത്തിൽ ആധ്യാത്മികമായിട്ടോ അതിദൈവികമായിട്ടോ ആ താപത്രയങ്ങൾ, 3 വിധത്തിലുള്ള താപത്രയങ്ങളാണല്ലോ, അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും വരാണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ എത്തിയവരും ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഇവിടെ വന്നിരുന്നിട്ട് അത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. നാളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിളക്ക് പൂജയുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട്, അതായത് വിളക്ക് പൂജയല്ല, നാളെ നമുക്ക് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ഇതുപോലെ ഓരോ വിളക്ക് എല്ലാവരുടെ അടുത്തും കൊളുത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് പുഷ്പങ്ങൾ തരും. അപ്പോൾ പുഷ്പങ്ങളെ കൊണ്ട് കഴിഞ്ഞ വർഷം ചെയ്ത പോലെ ഓരോ നാമങ്ങൾ ജപിച്ചിട്ട് അതിൽ അർച്ചിക്കുക ആ പുഷ്പങ്ങളൊക്കെ. അങ്ങനെ അർച്ചനയ്ക്ക് ശേഷം അതൊക്കെ അവരവർ തന്നെ ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് നമുക്ക് ഇത്തവണത്തെ ആ പാരായണം, ഈ സമ്പൂർണ്ണ പാരായണം ഇവിടെ സമർപ്പിച്ചിട്ട് രാമായണ പാരായണം നമുക്ക് ആരംഭിക്കാം. 1 വർഷത്തേക്കുള്ളത് അത് ആരംഭിച്ചിട്ട് നമുക്ക് എല്ലാവരും അത് വായിക്കുക തന്നെ വേണം, അല്ലാണ്ട് രക്ഷയില്ല. അപ്പോൾ അത് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നാളെ എല്ലാവരും വരണം. ഏതെങ്കിലും പ്രകാരത്തിൽ വിളക്ക് കുറവോ അല്ലെങ്കിൽ അതിൻ്റെ ചൊല്ലാൻ ഇത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിൽ, അതൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് കേട്ട് തെറ്റാണ്ട് പറഞ്ഞാൽ മതി. പിന്നെ അത് മാത്രമല്ല, ഒരു വിളക്ക് കുറവുണ്ടെങ്കിൽ 2 പേർക്ക് കൂടിയിട്ട് ഒരു വിളക്കിൽ അർച്ചിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇരുന്നിട്ട് ഒരു വിളക്ക് വെച്ചാൽ മതി, നടുക്കുന്നിട്ട് 2 പേരും അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും വിരോധമില്ല. നമുക്കത് വേണ്ടതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ നമുക്ക് ശരിയാക്കി തരും. ഭഗവാനാണ് ഇതിനൊക്കെ ചുമതല ഏൽപ്പിച്ചേക്കണേ. നമുക്കൊരു കൊതി കൊണ്ട് ചെയ്യണതാണ്. നമുക്കിതിൻ്റെ വിധികളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്താൽ തെറ്റാവോ ഇത് ശരിയാവോ എന്നൊന്നും ആരോടും ചോദിക്കണില്ല. ഭഗവാനെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനൊരു ഇഷ്ടമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊതിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് സ്വീകരിക്കണേന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നാളെ അത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഇന്നത്തെ പാരായണം മുഴുവൻ ഭഗവാന്റെ പാദത്തിൽ ഇത്തിരി നേരം കൊണ്ട് ഇന്ന് 9:30 ആകുമ്പോഴേക്കും കഴിച്ച് പോകണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയാണ് എല്ലാം. അപ്പോൾ ഭഗവാന്റെ ആ പാദത്തിൽ സമർപ്പിക്കുന്നു. ഭഗവാന്റെ തിരുമുമ്പിൽ അത് എത്ര നേരം ഇരിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അത്രയും, അത് നമ്മുടെ പുണ്യം സുഹൃതം കൊണ്ടാണ് പറ്റണത്. ഇരിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ വന്നാലും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല, ഇരിക്കണ്ടെന്ന് വെച്ച് വന്നാലും ഇത്തിരി നേരം ഇരിക്കാൻ വെച്ചിട്ട് നമ്മൾ ഇരുന്ന് പോകും അല്ലേ. നമ്മുടെ നാമം ജപത്തിൻ്റെ കാര്യം നമുക്കറിയാം. നമ്മളന്ന് വൈകുന്നേരം മുഴുവനും നാമം ജപിക്കണം എന്ന് വിചാരിച്ച് വന്നിരുന്നവരാ. പക്ഷേ അതാ പറഞ്ഞേ, ഇവിടുത്തെ നിശ്ചയമൊക്കെ ഭഗവാന്റെ നിശ്ചയം, ആരുടെ ഉള്ളിലിരുന്നിട്ട് എന്ത് ഈശ്വര ഇച്ഛ പോലെയാണ് വരുന്നത്. അപ്പോൾ നാളത്തെ കാര്യങ്ങളൊക്കെ ഈശ്വരേച്ഛ പോലെ വരട്ടെ എല്ലാവരും. പിന്നെ ഇപ്പോൾ എല്ലാവരെയും കൂടി കണ്ടുകൊണ്ട് പറയുകയാണ്, സെപ്റ്റംബർ 12-ാം തീയതി സമ്പൂർണ്ണ പാരായണം വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും സാന്നിധ്യം അവിടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ പാരായണം ചെയ്ത എല്ലാം ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം.
മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പാ ശരണം, തലേക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ, ഗോപികാ ജീവനസ്മരണം, ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി, രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ, പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ, ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാത്തഴും ശുഭേ, തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി, ഗംഗപത്മാവതീ രൂപേ ഷഷ്ടി മംഗളചണ്ഡികേ, കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി, തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി, നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി, ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ, ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ, ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം, ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ചമാലാം, രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ, വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം, ഓ ലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ, പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം, രാധാസഹായമതിസുന്ദരമന്ദഹാസം, പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ, തീരേണമേ കൃഷ്ണമദീയ ജന്മം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ